ഹലോ മക്കളെ, നമ്മൾ ഇന്നെടുക്കുന്ന ചാപ്റ്റർ ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രമാണ്. 10ാം ക്ലാസ്സിലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം. ഇതിന് തൊട്ട് മുമ്പ് നമ്മൾ എടുത്ത ക്ലാസ് എന്ന് പറയുന്നത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ. ഈ 2 ചാപ്റ്ററിൽ നിന്നും ചോദ്യം ചോദിക്കാത്ത ഒരു എക്സാം ഉണ്ടാകില്ല. അത് ഇപ്പോൾ LGS ലെവലാണെന്നുണ്ടെങ്കിലും 10th ലെവലാണെങ്കിലും ഡിഗ്രി ലെവലാണെങ്കിലും ഒക്കെ ഈ 2 ചാപ്റ്ററിൽ നിന്ന് ഉറപ്പായിട്ടൊരു ചോദ്യം PSC ചോദിച്ചിരിക്കും. അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ 2 ചാപ്റ്ററിൽ നിന്നും ക്ലാസ് തുടങ്ങുന്നത്. പിന്നെ ഇതിന് ശേഷം നമ്മൾ NCERT ചാപ്റ്റേഴ്സ് ആണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഒരു 10th ലെവലിന് വേണ്ടി എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ, ഇപ്പോൾ ലാബ് അസിസ്റ്റൻ്റ് എക്സാമിനൊക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടാവും അല്ലേ. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഞാനിപ്പോൾ NCERT പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് ചിന്തിക്കരുത്. അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്. നിങ്ങളൊരു ഡിഗ്രി ലെവലിൽ പഠിച്ചാലേ അടുത്ത എക്സാം ഏതാണെങ്കിലും അതിൽ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ സാധിക്കുള്ളതും ഏറ്റവും നല്ല റാങ്ക് അല്ലേ. നമ്മൾ എപ്പോഴും ഒരു ഡിഗ്രി ലെവലിൽ പഠിക്കുക. അതേപോലെ ഇനിയിപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ടൈമും പഠനത്തിന് വേണ്ടി മാറ്റിവെക്കാം. എല്ലാ നല്ല ടെലഗ്രാം ചാനലുകളും ഫോളോ ചെയ്യുക, എല്ലാ നല്ല യൂട്യൂബ് ചാനലുകളും ഫോളോ ചെയ്യുക. നല്ല ക്ലാസ്സുകൾ എവിടെ നിന്നൊക്കെ കിട്ടുമോ അതൊക്കെ കാണുക. അല്ലാതെ ഏതെങ്കിലും ഒരു ചാനൽ മാത്രം ഫോളോ ചെയ്ത് പഠിക്കല്ല വേണ്ടത്. നിങ്ങൾക്ക് മാക്സിമം എവിടെ നിന്നൊക്കെ ക്ലാസ്സുകൾ നല്ലത് കേൾക്കാൻ പറ്റും അതെല്ലാം കേട്ട് പഠിക്കുക. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്തിന് സാധിക്കും, അടുത്ത ലിസ്റ്റിൽ തന്നെ ഉൾപ്പെടാനും ജോലി നേടാനും സാധിക്കും. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. നിർബന്ധമായിട്ടും ഈ 2 ചാപ്റ്ററുകൾ നന്നായിട്ട് പഠിക്കുക. ഓരോ ദിവസം എടുക്കുന്ന കാര്യങ്ങൾ കൃത്യമായി പഠിച്ചു പോകുക. വളരെ കുറച്ച് കാര്യങ്ങളല്ലേ എടുക്കുന്നുള്ളൂ. ഇനി നമ്മൾ അടുത്തായിട്ട് NCERT ആരംഭിക്കുമ്പോൾ ആരും മടി കൂടാതെ അതിൻ്റെ ഒപ്പം തന്നെ പഠിച്ചു പോകാം കേട്ടോ. അപ്പം നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് തന്നെ ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം എന്നാണ്. അപ്പോൾ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളും ഭൂമിശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങളും, സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളും ഭൂമിശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങളും രണ്ടും കൂടിയിട്ടുള്ള ഒരു മിക്സ്ഡ് ആണ് ഇവിടെ പറയുന്നത്. അതായത് നമ്മുടെ ഈ ഭൂമിശാസ്ത്രം നമ്മുടെ സമ്പദ് വ്യവസ്ഥേനെ എങ്ങനെയൊക്കെ സഹായിക്കുന്നുണ്ട്, ഇതൊക്കെയാണ് നമ്മുടെ ഈ ചാപ്റ്ററിൽ പറയുന്നത്. നമുക്കറിയാം, കൃഷി ഏതൊരു രാജ്യത്താണെങ്കിലും അവിടുത്തെ കൃഷി അവിടുത്തെ ആ രാജ്യത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു കാർഷിക രാജ്യമാണ്. ഇന്ത്യ ഒരു കാർഷിക രാജ്യമാണ്. എന്തുകൊണ്ടാണ് ഇന്ത്യ കാർഷിക രാജ്യം എന്ന് പറയുന്നത്? കാരണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ തൊഴിൽ ചെയ്യുന്നത് കാർഷിക മേഖലയിലാണ് അല്ലേ. ഏറ്റവും കൂടുതൽ ആളുകൾ ഏത് മേഖലയെയാണ് ആശ്രയിച്ച് ജീവിക്കുന്നത്? കാർഷിക മേഖലയെ ആശ്രയിച്ചാണ് ഇന്ത്യയിൽ ഭൂരിഭാഗം ആളുകളും, അതായത് 2/3 ഭാഗവും കാർഷിക മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് ഇന്ത്യയിലുള്ളത്. എന്നാൽ GDP-യിൽ ഏറ്റവും കുറവ് സംഭാവനയാണ് കൃഷി നൽകുന്നത്. നമ്മുടെ GDP-യിൽ ഏറ്റവും കുറവ് സംഭാവന ഈ കാർഷിക മേഖലയാണ്. നമ്മുടെ മേഖലയെ 3ആയി തിരിക്കില്ലേ. സാമ്പത്തിക മേഖലയെ നമ്മൾ കാർഷിക മേഖല, വ്യവസായിക മേഖല, സേവന മേഖല, അല്ലെങ്കിൽ പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല എന്ന് പറഞ്ഞിട്ട് നമ്മൾ 3ആയി തിരിക്കാറുണ്ട്. ഇതിൽ ഈ കാർഷിക മേഖലയാണ് ഏറ്റവും കുറവ് സംഭാവന നൽകുന്നുള്ളൂ. പക്ഷേ ഏറ്റവും കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ആശ്രയിക്കുന്നത് ഏത് മേഖലയെയാണ്? അത് കാർഷിക മേഖലയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഒരു കാർഷിക രാജ്യമാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ഇന്ത്യ ഒരു കാർഷിക രാജ്യമാണ്. ഇനി ഇന്ത്യയിൽ പലതരത്തിലുള്ള വിളകൾ കൃഷി ചെയ്യുന്നുണ്ട് ഇല്ലേ. പലതരത്തിലുള്ള വിളകൾ കൃഷി ചെയ്യുന്നുണ്ട്. അതിന് കാരണം എന്താണ്? ഇന്ത്യയിൽ പലതരത്തിലുള്ള വിളകൾ കൃഷി ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇന്ത്യയുടെ ഭൂപ്രകൃതിയാണ്. ഇന്ത്യയിൽ പലതരത്തിലുള്ള ഭൂപ്രകൃതിയിൽ ഉള്ള സ്ഥലങ്ങളുണ്ട് അല്ലേ. പർവ്വത പ്രദേശങ്ങളുണ്ട്, സമതലങ്ങളുണ്ട്, പീഠഭൂമികളുണ്ട്, തീരപ്രദേശമുണ്ട്, മരുഭൂമിയുണ്ട്, ദ്വീപുകളുണ്ട് അല്ലേ. അങ്ങനെ പലതരത്തിലുള്ള ഭൂപ്രകൃതി അടങ്ങിയ ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഈ പ്രദേശങ്ങളിലെല്ലാം പലതരത്തിലുള്ള കാർഷിക വിളകളാണ് കൃഷി ചെയ്യുന്നത്. അതേപോലെ തന്നെ കാലാവസ്ഥ, ഇന്ത്യയിൽ ഇങ്ങനെ മാറി മാറി വരുന്ന കാലങ്ങൾക്കനുസരിച്ചും പലതരത്തിലുള്ള വിളകൾ കൃഷി ചെയ്തു വരുന്നു. ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള കാർഷിക വിളകളാണ് ഇന്ത്യയിൽ കൃഷി ചെയ്യുന്നത്. ഈ കാലത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഈ കാർഷിക വിളകളെ 3ആയി തിരിച്ചിട്ടുണ്ട്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? കാലത്തിന്റെ അടിസ്ഥാനത്തിൽ, കൃഷി ചെയ്യുന്ന കാലത്തിന്റെ അടിസ്ഥാനത്തിൽ. അതായത് മഴക്കാലത്ത് അല്ലെങ്കിൽ മൺസൂൺ കാലത്ത് കൃഷി ചെയ്യുന്ന വിളകളെ ഒരു പേരിൽ അറിയപ്പെടുന്നു. അത് കഴിഞ്ഞ് ശൈത്യകാലത്ത്, തണുപ്പ് കാലത്ത് കൃഷി ചെയ്യുന്ന വിളകളെ മറ്റൊരു പേരിൽ അറിയപ്പെടുന്നു. ചൂട് കാലത്ത് നമ്മുടെ ഉഷ്ണകാലത്ത് കൃഷി ചെയ്യുന്ന വിളകളെ മറ്റൊരു പേരിൽ അറിയപ്പെടുന്നു. നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. നമ്മുടെ മഴക്കാലത്ത് അല്ലെങ്കിൽ മൺസൂൺ കാലത്ത് കൃഷി ചെയ്യുന്ന വിളകൾ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഖാരിഫ് വിളകൾ എന്നാണ് അറിയപ്പെടുന്നത്. തണുപ്പ് കാലത്ത് ശൈത്യകാലത്ത് കൃഷി ചെയ്യുന്ന വിളകളെ നമ്മൾ റാബി വിളകൾ എന്ന് പറയുന്നു. ഉഷ്ണകാലത്ത് അല്ലെങ്കിൽ ചൂട് കാലത്ത് വേനൽക്കാലത്ത് നമ്മൾ കൃഷി ചെയ്യുന്ന വിളകളെ നമ്മൾ സെയ്ത് വിളകൾ എന്ന് പറയുന്നു. 3 വിളകളും പഠിച്ചു, അറിയാത്തവർ പഠിച്ചു. ഖാരിഫ് വിളകൾ നമ്മൾ മഴക്കാലത്ത് മൺസൂൺ കാലത്ത് കൃഷി ചെയ്യുന്നതാണ് നമ്മൾ ഖാരിഫ് വിളകൾ. മഞ്ഞുകാലത്ത് അല്ലെങ്കിൽ ശൈത്യകാലത്ത് നമ്മൾ കൃഷി ചെയ്യുന്ന വിളകളെ നമ്മൾ
റാബി വിളകൾ എന്ന് പറയുന്നു. വേനൽക്കാലത്ത് നമ്മൾ കൃഷി ചെയ്യുന്ന വിളകളെ നമ്മൾ സെയ്ദ് വിളകൾ എന്ന് പറയുന്നു. PSC സ്ഥിരം ചോദിക്കാറുള്ള ഒരു ഭാഗമാണല്ലേ ഇത്, നന്നായി കൃത്യമായി പഠിക്കണം. ഖാരിഫ് വിള എന്ന് പറയുമ്പോൾ ഒരു 6 മാസ കാലയളവാണ്. 6 മാസം. തൊട്ട് താഴെ നമ്മുടെ റാബി വിളകൾ 5 മാസം. അപ്പൊ 6 മാസം ആദ്യം, പിന്നെ 5 മാസം. സെയ്ദ് എന്ന് പറയുമ്പോൾ 4 മാസത്തെ കാലയളവാണ്. അപ്പൊ എന്ന് വിളവിറക്കി എന്ന് വിളവെടുക്കുന്നു എന്ന് PSC ചോദിക്കും, സ്റ്റേറ്റ്മെന്റിൽ തരും. അപ്പൊ അത് പഠിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. ആദ്യം 6 മാസം, പിന്നെ 5 മാസം, പിന്നെ 4 മാസം. മനസ്സിൽ ഫിക്സ് ആയോ? ആദ്യം നമ്മൾ അറിയാലോ ജൂൺ മാസത്തിലാണ് തുടങ്ങുന്നത്. ജൂൺ തൊട്ടിട്ട് ഒരു നവംബർ വരെ ചെയ്യുന്നത് ഖാരിഫ് വിളകളാണ് ചെയ്യുന്നത്. നവംബർ വരെ നിങ്ങൾ നോക്കിയേ, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, അല്ലെ? 6 മാസം. ഈ 6 മാസം, അതായത് ജൂൺ മാസത്തിലെ ആരംഭത്തിൽ തന്നെ വിളവിറക്കും. എന്നിട്ട് നവംബറിന്റെ മധ്യത്തോടുകൂടി വിളവെടുക്കും. എന്ത് വിളവെടുക്കും? ഖാരിഫ് വിളകൾ വിളവെടുക്കും. ഈ സമയം മൺസൂൺ കാലമാണ്. ആദ്യം നമുക്കറിയാലോ, ആദ്യം തന്നെ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ വരും, നമ്മുടെ കാലവർഷം വരും. അതിനുശേഷം പിന്നെ നമ്മുടെ ഇടവപ്പാതി വടക്ക് പടിഞ്ഞാറൻ മൺസൂൺ വരും, അല്ലെ? വടക്ക് കിഴക്കൻ മൺസൂൺ വരും. അപ്പൊ ഈ മൺസൂൺ കാലഘട്ടത്തിലാണ് നമ്മുടെ ഖാരിഫ് വിളകൾ കൃഷി ചെയ്യുന്നത്. നിങ്ങൾക്കറിയാലോ, ആദ്യം കാലവർഷം, അത് കഴിഞ്ഞ് തുലാവർഷം. ഈ 2 മൺസൂണിലുമായിട്ടാണ് എന്ത് കൃഷി ചെയ്യുന്നത്? ഖാരിഫ് വിളകൾ കൃഷി ചെയ്യുന്നത്. ഇനി നവംബർ തൊട്ട് ഇവിടെ എന്താണ്? തണുപ്പല്ലേ? നമ്മുടെ ഈ മാസങ്ങളിലൊക്കെ, നവംബർ, ഡിസംബർ ഒക്കെ നല്ല തണവിന്റെ മാസം ഉണ്ടല്ലേ, ശൈത്യകാലമാണ്. ആ സമയത്ത് കൃഷി ചെയ്യുന്നതാണ് റാബി വിളകൾ. അപ്പൊ റാബി വിളകൾക്ക് നമ്മൾ 5 മാസത്തെ കാലയളവാണ് പറഞ്ഞത്, അല്ലെ? ആദ്യം 6 മാസം, പിന്നെ 5 മാസം. അപ്പൊ നവംബറിൽ നമ്മൾ റാബി വിളകൾ കൃഷി ഇറക്കും. കൃഷി ഇറക്കി കഴിഞ്ഞാൽ നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ചോട് കൂടിയിട്ടാണ് നമ്മൾ എന്ത് വിളവെടുക്കുക. ഒരു വേനലിന്റെ ആരംഭത്തിൽ അല്ലെങ്കിൽ മാർച്ച് മാസത്തോടു കൂടി നമ്മൾ റാബി വിളകൾ വിളവെടുക്കും. അതിനുശേഷം പിന്നെ സെയ്ദ് വിളകൾ. മാർച്ചിൽ നമുക്കറിയാലോ ഇവിടെ നല്ല ചൂടുകാലാണ്, അല്ലെ? അപ്പൊ പിന്നെ 4 മാസത്തെ കാലയളവാണ് വരുന്നത്. അപ്പൊ മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ മാസം ആരംഭത്തോടു കൂടി വിളവെടുക്കും. നിങ്ങൾക്ക് കിട്ടിയോ ഇത്? അപ്പൊ ഖാരിഫ് വിളകൾ എന്ന് പറയുമ്പോൾ ആ മാസം കൂടി പഠിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജൂണിലാണ് ആരംഭിക്കുന്നത്. മൺസൂൺ ജൂണിലാണെന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പൊ ജൂണിൽ തൊട്ട് 6 മാസം. പിന്നെ അടുത്തത് എന്താണ്? റാബി വിളകൾക്ക് 5 മാസം, സെയ്ദ് വിളകൾക്ക് 4 മാസം. പഠിച്ചോ? ഖാരിഫ് വിളകൾക്ക് 6 മാസം, റാബി വിളകൾക്ക് 5 മാസം, സെയ്ദ് വിളകൾക്ക് 4 മാസം. കിട്ടിയില്ലേ? അപ്പൊ ഖാരിഫ് വിളകൾ ജൂൺ മാസത്തിൽ തുടങ്ങും. ജൂൺ മാസത്തിൽ വിളവിറക്കും. അതിനുശേഷം ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ മധ്യത്തോടു കൂടി നമ്മൾ അതിന്റെ വിളവെടുക്കും. റാബി വിള എന്ന് പറയുമ്പോൾ ശൈത്യകാല വിളകളാണ്. നമ്മൾ നവംബർ മാസത്തിൽ, അല്ലെ, നവംബറിന്റെ മധ്യത്തോടു കൂടി നമ്മൾ വിളവിറക്കും. അത് കഴിഞ്ഞിട്ട് നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ചിൽ, അതായത് വേനലിന്റെ ആരംഭത്തോടു കൂടി നമ്മൾ വിളവെടുക്കും. സെയ്ദ് വിള എന്ന് പറയുമ്പോൾ വേനൽക്കാല വിളകളാണ്. മാർച്ച് മാസത്തിൽ നമ്മൾ വിളവിറക്കും. മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, 4 മാസം. ജൂൺ മാസത്തിന്റെ ആരംഭത്തോടു കൂടി നമ്മൾ വിളവെടുക്കും. കൃത്യമായില്ലേ? ആ കാര്യം കൃത്യമായില്ലേ? മനസ്സിൽ ഉറപ്പിച്ചില്ല, ഇനി തെറ്റരുത്. ഇനി ഈ ഇതിൽ നമ്മൾ ചെയ്യുന്ന കൃഷികൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഈ വിളകൾ, ഖാരിഫ് വിളകൾ ഏതൊക്കെയാണ്, റാബി വിളകൾ ഏതൊക്കെയാണ്, സെയ്ദ് വിളകൾ ഏതൊക്കെയാണ്? നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. കോഡ് വെച്ച് നിങ്ങൾക്ക് നല്ല താറായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഭാഗം സ്കിപ്പ് ചെയ്യുക, കൂടുതൽ കൺഫ്യൂഷൻ ആക്കണ്ട. ഇല്ല, നിങ്ങൾ പഠിച്ചിട്ട് നിങ്ങൾ ഈ കോഡ് ഇടയ്ക്കിട്ട് മറന്നു പോകുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടില്ല, ആദ്യമായിട്ട് പഠിക്കുന്നവരാണെങ്കിൽ ശ്രദ്ധിക്കാം. ഈ ഖാരിഫ് വിള എന്ന് പറയുമ്പോഴേ നമ്മൾ മൺസൂൺ കാലത്താണ്, നല്ല മഴക്കാലത്ത്, ഒരു കർക്കിടക മാസമൊക്കെ, അല്ലെ? കർക്കിടക മാസം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് രാമായണ മാസമൊക്കെ വരും, അല്ലെ? ആ സമയം എന്നൊക്കെ പറയുന്നത് നല്ല മഴയുള്ള സമയമൊക്കെ രാമായണ മാസം, അല്ലെ? ആണ്. അപ്പം നമ്മൾ അല്ലാന്നുണ്ടെങ്കിൽ തന്നെ ഈ ഖാരിഫ് എന്ന് എഴുതുമ്പോൾ അതിൻ്റെ സ്പെല്ലിങ് നിങ്ങൾ നോക്കിയാൽ മതി. KHARIF ആണ് ഖാരിഫ്. അതിൽ തന്നെ ഒരു ഹരി എന്നുള്ള വാക്കുണ്ട്, അല്ലെ? ഹരി എന്ന് പറയുന്നത് നമ്മൾ ആരെയാണ്? വിഷ്ണുവിനെയാണ്, അല്ലെ പറയാം. ഇതൊരു കോഡായിട്ട് പറയുന്നതാണ്, അല്ലാതെ മറ്റ് മതപരമായിട്ടുള്ള യാതൊന്നുമില്ല. അപ്പം നമ്മൾ ഈ ഖാരിഫ് വിള എന്ന് പറയുമ്പോൾ നല്ല മഴക്കാലത്താണ്, നമ്മൾ രാമായണ മാസമാണ്, പ്രാർത്ഥനയുടെ ഒരു മാസമാണ്, അല്ലെ? അപ്പം നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഇപ്പോഴും നല്ല പണ്ട് കാലത്തൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത്? നമ്മൾ ആദ്യം എല്ലാവരുടെയും അടിച്ച് ഈ ചാണക വെള്ളമൊക്കെ തെളിച്ച് നമ്മൾ ശുദ്ധീകരിക്കും, അല്ലെ? ശുദ്ധി വരുത്തും. അതിനുശേഷം നമ്മൾ ഒരു നിലവിളക്ക് കത്തിച്ചു വെക്കും. നിലവിളക്കിൽ എണ്ണ ഒഴിക്കും, തിരിട്ട് കത്തിക്കും. ഇപ്പുറത്ത് പ്രസാദമായിട്ട് നമ്മൾ അവിലും മലരും, അല്ലെ? ഈ അവിലും മലരിലൊക്കെ കുറച്ച് എള്ളൊക്കെ ഇടും. പിന്നെ അതിലെന്താണ്?
ശർക്കരയും കൽക്കണ്ടൊക്കെ ഇടും ഇല്ലേ? നിങ്ങൾ കണ്ടിട്ടില്ലേ? ശർക്കരയും കൽക്കണ്ടവും അവിലും മലരൊക്കെ വെച്ച് നിവേദ്യം വെക്കും. അതിന് തൊട്ടുപ്പുറത്ത് നമ്മൾ ചന്ദനവും അതുപോലെ തന്നെ മഞ്ഞളും ഒക്കെ വെക്കും ഇല്ലേ? അപ്പൊ ഇതൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടോന്നൊന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്നും, അപ്പൊ ഇത് കോഡ് പഠിക്കേണ്ട ആവശ്യമില്ല, മനസ്സിലൊന്ന് വിഷ്വലൈസ് ചെയ്താൽ മതി. കർക്കിടക മാസം എന്നൊക്കെ പറയുമ്പോൾ രാമായണ മാസമാണ്. നമ്മൾ അടിച്ച് ഈ ചാണകവെള്ളമൊക്കെ തെളിച്ച് ശുദ്ധീകരിത്തി അവിടെ ഒരു നിലവിളക്ക് കത്തിച്ചു വെച്ചിരിക്കുന്നു, അതിൽ എണ്ണ ഒഴിച്ചിരിക്കുന്നു, തീരിട്ട് കത്തിച്ചിട്ടുണ്ട്. അപ്പുറത്ത് പ്രസാദമായിട്ട് അവിലും മലരും ശർക്കരയും കൽക്കണ്ടവും എള്ളും അല്ലേ അതിൽ ഉണ്ട്. പിന്നെ ഇപ്പുറത്താണെങ്കിൽ ഒരു ചന്ദനവും മഞ്ഞളൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങളിവിടെ ഖാരിഫ് വിളകൾ പഠിച്ചു കഴിഞ്ഞു. അതായത് നമ്മൾ ആദ്യം പറഞ്ഞത് അവിടെ കടിച്ച് ശുദ്ധീകരിച്ച് ചാണക വെള്ളം തെളിച്ചു എന്ന് പറയില്ല. അപ്പൊ ചാണകം എന്നുള്ളതിൽ തന്നെ ചണം ചോളം പഠിക്കുക. ചണം ചോളം, ചാണകം, അവിടെ ഒരു പ്രാസം ഉണ്ടല്ലോ, ചാണകം എന്ന് പറയുമ്പോൾ തന്നെ ചണം ചോളം. ഇനി നിലവിളക്ക് കത്തിച്ചു വെച്ചില്ലേ? നിലവിളക്ക് എന്നതിൽ നിന്നും നീലക്കടല, നിലവിളക്ക് എന്നതിൽ നിന്നും നീലക്കടല. എന്നിട്ട് നമ്മൾ ആ എണ്ണ ഒഴിച്ചത് എള്ളെണ്ണയാണെന്ന് ഓർത്താൽ മതി. കാരണം വിളക്കിൽ എപ്പോഴും ഒഴിക്കാൻ ഏറ്റവും നല്ലത് എള്ളെണ്ണയാണെന്ന് പറയും. അപ്പൊ എള്ളെണ്ണ നമ്മൾ എള്ളുതിരിയൊക്കെ അമ്പലത്തിൽ പോകുമ്പോൾ കത്തിക്കാറില്ലേ? അപ്പൊ എള്ളെണ്ണയാണ് അതിൽ ഒഴിച്ചിരിക്കുന്നത്. അപ്പൊ എള്ള്. പിന്നെ തിരി ഇട്ടിരിക്കുന്നു. തിരി എന്ന് പറയുന്നത് നമ്മൾ സാധാരണ കോട്ടന്റെ തിരികളല്ലേ ഇടാം അല്ലേ? അപ്പൊ കോട്ടൺ എന്നുള്ളത് പരുത്തിയാണ് അല്ലെ? പരുത്തി. അപ്പൊ തിരി എന്താണ്? പരുത്തി കൊണ്ടുള്ളതാണ് പരുത്തി. ഇപ്പുറത്ത് നമ്മൾ പ്രസാദമായിട്ട് എന്തൊക്കെ വെച്ചിട്ടുണ്ട്? അവിലും മലരും അതുപോലെ അതിൽ കൽക്കണ്ടവും ശർക്കരയൊക്കെ ഉണ്ട്. അപ്പൊ അവില് മലരുന്നൊക്കെ ഉള്ളത് നമ്മൾ എന്തിൽ നിന്ന് ഉണ്ടാക്കണതാണ്? നെല്ലിൽ നിന്ന് ഉണ്ടാക്കണതാണ് അല്ലെ? നെല്ലിൽ നിന്നല്ലേ അവിലും മലരൊക്കെ ഉണ്ടാക്കണം. അപ്പൊ നെല്ല് എന്നുള്ളതും ഖാരിഫ്വിളയാണ്. പിന്നെ അതിൽ ശർക്കര കൽക്കണ്ടം. ഈ ശർക്കരയാണെങ്കിലും കൽക്കണ്ടാണെങ്കിലും എന്തിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ്? കരിമ്പിൽ നിന്ന് ഉണ്ടാക്കണം. അപ്പൊ കരിമ്പ് എന്നുള്ളതും ഒരു ഖാരിഫ്വിളയാണ്. ഇപ്പുറത്ത് പിന്നെ നമ്മൾ ചന്ദനവും മഞ്ഞളും വെച്ചിട്ടുണ്ട്. ഈ മഞ്ഞൾ എന്നുള്ളതും എന്താണ്? മഞ്ഞൾ. മഞ്ഞൾ എന്നുള്ളതും എന്ത് വിളയാണ്? അതും ഒരു ഖാരിഫ് വിളയാണ്. പിന്നെ ഇതിൻ്റെ ഒപ്പം തന്നെ പഠിക്കേണ്ടതെന്ന് പറയുന്നത് തിനവിളകൾ. തിനവിളകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബജ്ര, ജോവർ, റാഗി. തിനവിളകൾ ബജ്ര, ജോവർ. ഇപ്പൊ പ്രത്യേകിച്ച് തിനവിളകൾക്കൊക്കെ വളരെയധികം പ്രാധാന്യമുള്ളതാണ് അല്ലെ? നമ്മൾ 2023 മില്ലറ്റ്സിന്റെ ഇയർ ആയിട്ടാണ് ആചരിച്ചത്. ഇപ്പൊ തിനവിളകൾ നമ്മൾ ഡയറ്റ്സിലൊക്കെ ഉൾപ്പെടുത്തണം പറയുന്നതാണ്. അപ്പൊ നിങ്ങൾ തിനവിളകളും എന്താണെന്ന് ഓർത്തു വെക്കുക, അതും ഖാരിഫ് വിളയാണെന്ന് ഓർത്തു വെക്കുക. അപ്പൊ ഇത്രയും സാധനങ്ങൾ ഖാരിഫ് വിളയാണ്. നിങ്ങൾക്ക് കിട്ടിയോ? നിങ്ങൾ അവിടെ എന്താണ്? ചാണകം വെള്ളം തെളിച്ചൂലെ ശുദ്ധി വരുത്താൻ വേണ്ടി. അപ്പൊ ചാണകം എന്നതിൽ ചോളം, ചണം, ചോളം, ചണം. നിലവിളക്ക് കത്തിച്ചു വെച്ചിരിക്കുന്നു, നീലക്കടല. അതിൽ എണ്ണ ഒഴിച്ചിരിക്കുന്നത് എള്ളെണ്ണയാണ് അല്ലെ? അപ്പൊ എള്ള് എന്നുള്ളതും ഖാരിഫ് വിളയാണ്. പരുത്തി, തിരി ഇട്ടിരിക്കുന്നു, തിരി പരുത്തിയുടെയാണ്. അപ്പൊ പരുത്തി എന്നുള്ളതും ഖാരിഫ് വിളയാണ്. ഇപ്പുറത്ത് പ്രസാദം വെച്ചിട്ടുണ്ട്, അതിൽ നമ്മൾ അവിലും മലരുണ്ട്. അവിലും മലരും നെല്ലിൽ നിന്നല്ല ഉണ്ടാകണം. അപ്പൊ നെല്ല് എന്നുള്ളതും ഒരു ഖാരിഫ് വിളയാണ്. അതിൽ നമ്മൾ ശർക്കരയും കൽക്കണ്ടവും ഉണ്ട്. ശർക്കരയാണെങ്കിലും കൽക്കണ്ടാണെങ്കിലും അത് കരിമ്പിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് കരിമ്പ് എന്നുള്ളതും ഒരു ഖാരിഫ് വിളയാണ്. ഇപ്പുറത്ത് ചന്ദനവും മഞ്ഞളും വെച്ചിരിക്കുന്നു, മഞ്ഞൾ എന്നുള്ളതും ഒരു ഖാരിഫ് വിളയാണ്. അപ്പൊ ഇത്രയും സാധനങ്ങൾ ഖാരിഫ് വിളയാണ്. പ്ലസ് എന്തും കൂടി ഉണ്ട്? തിനവിളകൾ. തിനവിളകൾ എന്നുള്ളതും ഖാരിഫ് വിളയാണ്. ഇവിടെ തിനവിളകളെ കുറിച്ചിട്ട് അവിടെ നമുക്കൊരു ബോക്സിൽ തന്നിട്ടുണ്ട്. ചെറുധാന്യങ്ങളാണ് തിനവിളകൾ എന്ന് വിളിക്കുന്നത്. ചെറുധാന്യങ്ങളാണ് തിനവിളകൾ എന്ന് വിളിക്കുന്നത്. ഭക്ഷ്യധാന്യങ്ങളിൽ ഉൾപ്പെടുന്ന ജോവർ, ബജ്ര, റാഗി എന്നിവ തിനവിളകളിൽ ഉൾപ്പെടുന്നു. മില്ലറ്റ്സ് എന്ന് പറയും അല്ലെ? തിനവിളകളിൽ ഉൾപ്പെടുന്നത് ജോവർ, ബജ്ര, റാഗിയാണ്. ഇതൊക്കെ തിനവിളകളാണ്. തിനവിളകൾ എന്നുള്ളതും ഒരു ഖാരിഫ് വിളയാണെന്ന് ഓർത്തു വെക്കുക. അടുത്തത് റാബി വിള. റാബി വിള നമ്മൾ പറഞ്ഞു ശൈത്യകാല വിളയാണ് അല്ലെ? ശൈത്യകാലം എന്ന് പറയുമ്പോൾ നവംബർ തൊട്ടിട്ട് മാർച്ച് വരെയാണ്. 5 മാസം കാലയളവ് എന്ന് പറഞ്ഞു. അപ്പൊ ഈ നവംബർ, ഡിസംബർ ഒക്കെ നമ്മുടെ ക്രിസ്മസിന്റെ കാലയളവാണ് അല്ലെ? ക്രിസ്മസ് ഒക്കെ ആകുമ്പോൾ നല്ല തണുപ്പൊക്കെ ആകുമ്പോൾ എല്ലാവരും ഒരു ബിയറൊക്കെ കഴിക്കില്ല. എല്ലാവരും കഴിക്കുന്നല്ല, നല്ലതൊന്നല്ല എങ്കിലും നമ്മൾ അങ്ങനെ ഓർക്കുക, നല്ല തണവൊക്കെയാണ്. അപ്പൊ സാധാരണ ക്രിസ്മസ് രാത്രികളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു ബിയറൊക്കെ അടിച്ചിരിക്കുക എന്നുള്ളത്. അപ്പം നമ്മൾ ഈ ബിയർ അടിക്കാൻ വേണ്ടി നമ്മളൊരു ബാറിൽ പോയി. ഒരു കോഡ് മാത്രമാണ്. ബിയർ അടിക്കാൻ വേണ്ടി നമ്മളൊരു ബാറിൽ പോയി. ബാറിൽ പോയിട്ട് ബിയർ കഴിച്ചു, എന്നിട്ട് നമ്മൾ പുക വലിച്ചു. ബിയർ കഴിച്ചു, പുക വലിച്ചു. ഇതൊക്കെ നല്ലതല്ല, കോഡിന് വേണ്ടി മാത്രം പറയുന്നു. ബിയർ കഴിച്ചു, നമ്മൾ പുക വലിച്ചു. അതിനുശേഷം നമ്മൾ പണം കൊടുക്കാൻ വേണ്ടിയിട്ട് എണ്ണി നോക്കിയപ്പോൾ തികയുന്നില്ല. കൊടുക്കാൻ വേണ്ടി പണം നോക്കിയപ്പോൾ തികയുന്നില്ല. അപ്പോൾ എണ്ണി നോക്കിയപ്പോൾ തികയുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കടം പറഞ്ഞു അല്ലെ? കടം പറഞ്ഞ് വേഗം അവിടെ നിന്ന് ഓടിപ്പോന്നു. കടം പറഞ്ഞു ഓടിപ്പോന്നു. ഈ റാബി എന്ന് പറയുമ്പോൾ തന്നെ ബിയർ നല്ല പ്രാസമുണ്ട്. റാബി ബിയർ ഇല്ലേ? അപ്പോൾ ബിയർ കുടിക്കാൻ വേണ്ടി ബാറിൽ പോയി. ബാറിൽ ചെന്ന് ബിയർ കുടിച്ചു, പുക വലിച്ചു. എന്നിട്ട് പണം എണ്ണി നോക്കിയപ്പോൾ തികയുന്നില്ല. അപ്പം നമ്മൾ കടം പറഞ്ഞു ഓടി. ഇത്രയും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ റാബി വിളകൾ പഠിച്ചു കഴിഞ്ഞു. അതായത് നമ്മൾ ബിയർ കഴിക്കാൻ വേണ്ടി ബാറിലാണ് അല്ലേ പോയത്. അപ്പോൾ ബാർ എന്നുള്ളതിൽ നിന്നും ബാർലി എന്നുള്ളത് ഒരു റാബി വിളയാണ്. ബാർലി എന്നുള്ളത് ഒരു റാബി വിളയാണ്. ഇനി അവിടെ ചെന്നിട്ട് നമ്മൾ അത് മാത്രമല്ലല്ലോ പുക വലിച്ചു. അപ്പൊ പുകയില ഒരു റാബി വിളയാണ്. ഇനി നമ്മൾ പണം കൊടുക്കാൻ വേണ്ടി എണ്ണി നോക്കിയപ്പോൾ, അപ്പൊ എണ്ണി നോക്കാന്നുള്ളതിൽ നിന്നും എണ്ണക്കുരുക്കളെല്ലാം ഒരു റാബി വിളയാണ്. എണ്ണക്കുരുക്കൾ. എന്നിട്ട് കടം പറഞ്ഞ് നമ്മൾ ഓടി. അപ്പൊ കടം എന്നതിൽ നിന്ന്
കടുക്. പറഞ്ഞ് എന്നതിൽ നിന്നും പയറ് വർഗ്ഗങ്ങൾ. പറഞ്ഞ്, കടം പറഞ്ഞ്. അപ്പൊ പറഞ്ഞ് എന്നത് പയറ് വർഗ്ഗങ്ങൾ. ഓടി, ഓട്സ്. ഓട്സും എന്താണ്, ഒരു റാബി വിളയാണ്. അപ്പൊ ഇത്രയും എന്താണ്, റാബി വിളകളാണ്. അതിന്റെ കൂടെ ഗോതമ്പും കൂടി ഉണ്ട്. ഗോതമ്പ് നിങ്ങൾക്ക് അറിയാലോ, കൂടുതലും ഉത്തരേന്ത്യയിൽ കൃഷി ചെയ്യുന്നതാണ്. ഒരു അല്ലെ തണുപ്പ് കാലം. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഈ സാധാരണ ബിയറൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഈ ഇതൊക്കെ വൈനൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഗോതമ്പ് കിഴി കെട്ടി അതിലിടാറുണ്ട്. ഇതിന് വൈന് കുറച്ചും കൂടി വീര്യം കിട്ടാൻ വേണ്ടിയിട്ട് സാധാരണ എന്തുണ്ടാക്കുമ്പോഴും ഇങ്ങനെ വൈനൊക്കെ ഉണ്ടാക്കുമ്പോൾ ഗോതമ്പ് നമ്മൾ അതിൽ കിഴി കെട്ടിയിടില്ല. അപ്പൊ നമ്മൾ ആ ഗോതമ്പും കൂടി അവിടെ ഓർത്ത് വെക്കുക. നെല്ലെന്ന് പറയുന്നത് ഖാരിഫ് വിളയാണ്, അപ്പൊ ഗോതമ്പ് എന്ന് പറയുന്നത് റാബി വിളയാണ് അല്ലെ. നെല്ലെന്ന് പറയുന്നത് ഖാരിഫ് വിളയാണ്, ഗോതമ്പ് എന്ന് പറയുന്നത് റാബി വിളയാണ്. കിട്ടിയോ? നിങ്ങൾക്ക് ഇത് കിട്ടില്ല എന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും കോഡ് വെച്ചായാലും പഠിക്കാം. അപ്പൊ റാബി വിള എന്ന് പറയുമ്പോൾ ബിയർ കുടിക്കാൻ വേണ്ടി ബാറിൽ പോയി, പുക വലിച്ചു, പണം എണ്ണി നോക്കിയപ്പോൾ തികയുന്നില്ല, കടം പറഞ്ഞു, ഓടി. അത്രേ ഉള്ളൂ. അപ്പൊ ബാറ് എന്നതിൽ നിന്നും ബാർലി, പുക വലിച്ചു എന്നതിൽ നിന്നും പുകയില, കടം പറഞ്ഞ് എന്നതിലും കടം കടുകാണ്, പറഞ്ഞ് എന്നത് പയറുവർഗ്ഗങ്ങളാണ്, ഓടി എന്നുള്ളത് ഓട്സ് ആണ്, പ്ലസ് ഗോതമ്പും എന്താണ്, ഒരു റാബി വിളയാണെന്ന് ഓർത്തു വയ്ക്കുക. ഇനി അടുത്തത് നമ്മുടെ സെയ്ത് വിളകളാണ്. സെയ്ത് വിളകൾ പഠിക്കാൻ വളരെ സിമ്പിളാണ്. സെയ്ത് വിളകൾ എന്ന് പറയുമ്പോൾ വേനൽക്കാലത്ത് കൃഷി ചെയ്യുന്നതല്ല. വേനൽക്കാലത്ത് നല്ല ചൂട് കാലത്ത് നമ്മൾ നല്ല നോൺ വെജ് ഒക്കെ കഴിക്കാനാണോ നമുക്ക് ഇഷ്ടം? അല്ലല്ലോ. നല്ല ചൂട് കാലത്ത് നമ്മൾക്ക് പഴങ്ങളും പച്ചക്കറികളും കഴിക്കാനാണ് ഇഷ്ടം അല്ലേ. എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്, പഴങ്ങളും പച്ചക്കറികളും കഴിക്കാനാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് തന്നെ പഴങ്ങളും പച്ചക്കറികളുമാണ് സെയ്ത് വിളകൾ എന്ന് പറയുന്നത്. പഴങ്ങളും പച്ചക്കറികളുമാണ് സെയ്ത് വിളകൾ എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ കാലിത്തീറ്റയും കൂടി ഒന്ന് പഠിച്ചു വയ്ക്കുക. കാലിത്തീറ്റ എന്ന് പറയുമ്പോൾ അറിയാലോ, ഈ വേനൽക്കാലമൊക്കെ ആയി കഴിയുമ്പോൾ കന്നുകാലികൾക്കൊന്നും തിന്നാനൊന്നും ഉണ്ടാവില്ല അല്ലെ, പുല്ലൊക്കെ ഉണങ്ങിയിട്ടുണ്ടാവും. അപ്പം നമ്മൾ കാലിത്തീറ്റ കൂടി കൃഷി ചെയ്യണം എന്ന് ഓർത്താൽ മതി അല്ലെ. പുല്ലൊക്കെ ഉണങ്ങി ആകെ പോയിട്ടുണ്ടാവും. അപ്പം നമ്മൾ അതുകൊണ്ട് കന്നുകാലിത്തീറ്റ കൂടി ഈ വേനൽക്കാലത്ത് കൃഷി ചെയ്യണം എന്ന് ഓർത്ത് വെക്കുക. അപ്പം സെയ്ത് വിളകളിൽ എന്തെല്ലാം പെടും? പഴങ്ങളും പച്ചക്കറികളും പ്ലസ് എന്തും കൂടി വരും, കാലിത്തീറ്റ കൂടി വരും. ഇനി ഈ കന്നുകാലിത്തീറ്റകൾ, ഈ തണ്ണിമത്തൻ PSC എപ്പോഴും എടുത്ത് ചോദിക്കാറുള്ളതാണ്. തണ്ണിമത്തൻ ഏത് കാലവിളയാണ്? തണ്ണിമത്തൻ എന്നുള്ളത് ഒരു പഴമല്ലേ, അപ്പം അത് പിന്നെ സെപ്പറേറ്റ് പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ. തണ്ണിമത്തൻ എന്നുള്ളത് എന്ത് വിളയാണ്? അതൊരു സെയ്ത് വിളയാണ്. 3 വിളകളും പഠിച്ചോ? കിട്ടിയെന്ന് വിചാരിക്കുന്നു. നന്നായിട്ട് വീണ്ടും നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന സമയത്ത് മൈൻഡിൽ ഒന്ന് ഓർത്തെടുക്കുക. അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും. അടുത്തതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ചോദ്യം ചോദിക്കട്ടെ. അതായത് ജലസേചനം ആവശ്യമുള്ള വിളകൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജലസേചനം ആവശ്യമുള്ളത് ഏത് വിളകൾക്കാണ്? ഖാരിഫ് വിളകൾക്കാണോ, സെയ്ത് വിളകൾക്കാണോ, റാബി വിളകൾക്കാണോ ഇത് ജലസേചനം ആവശ്യമുള്ളത്? സെയ്ത് വിളകൾക്കാണ് അല്ലെ. ജലം ആവശ്യമുള്ളതല്ല, ജലസേചനം. അതായത് നമ്മൾ ജലസേചനം നടത്താം. ആ ജലസേചനം ആവശ്യമുള്ളത് സെയ്ത് വിളകൾക്കാണ്. കാരണം വേനൽക്കാലത്തല്ലേ നമ്മളൊക്കെ നമ്മുടെ പാടത്തും പറമ്പിലൊക്കെ ഉള്ള സാധനങ്ങൾക്കൊക്കെ നനയ്ക്കുള്ളൂ അല്ലെ. തെങ്ങിനാണെങ്കിലും വാഴയ്ക്കാണെങ്കിലും ഒക്കെ നമ്മൾ വീട്ടിൽ നനയ്ക്കപ്പോഴാ വേനൽക്കാലത്ത്. അപ്പൊ മഴ ഉണ്ടാവില്ല, അപ്പൊ നമ്മൾ വേനൽക്കാലത്ത് നനയ്ക്കും അല്ലെ. അപ്പൊ അതേപോലെ തന്നെ സെയ്ത് വിളകൾക്കാണ് എന്താവശ്യമുള്ളത്? ജലസേചനം ആവശ്യമുള്ളത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അടുത്തതായിട്ട് കൃഷി എന്ന സംസ്കാരം എന്ന് പറഞ്ഞിട്ട് അവിടെ ബോക്സിൽ നമുക്ക് നൽകിയിട്ടുണ്ട്. അതായത് കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിജീവനത്തിനായിട്ട് മനുഷ്യൻ മണ്ണിനെ ബോധപൂർവം പ്രയോജനപ്പെടുത്തുന്ന ഒരു സംസ്കാരം. കൃഷി എന്ന് പറഞ്ഞാൽ എന്താണ്? അതിജീവനത്തിനായിട്ട് മനുഷ്യൻ മണ്ണിനെ ബോധപൂർവം പ്രയോജനപ്പെടുത്തുന്ന ഒരു സംസ്കാരമാണ് കൃഷി എന്ന് പറയുന്നത്. അതിപുരാതന കാലം മുതൽക്ക് തന്നെ കൃഷി മനുഷ്യന്റെ പ്രധാന ജീവിതോപാധിയായിരുന്നു. അതൊക്കെ അറിയാലോ. അതിപുരാതന കാലം തൊട്ട് തന്നെ കൃഷി ചെയ്തു വരുന്നുണ്ട് അല്ലെ. ഇനി ഈ അഗ്രികൾച്ചർ എന്നുള്ള വാക്ക് എവിടെ നിന്നാണ്, അല്ലെങ്കിൽ ഏത് ഭാഷയിൽ നിന്നാണ് ഉത്ഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാറ്റിൻ പദമാണ്. അതൊരു ലാറ്റിൻ പദമാണ്. അഗർ എന്ന് പറഞ്ഞ ഒരു ലാറ്റിൻ പദവും കൾച്ചർ എന്ന് പറഞ്ഞ മറ്റൊരു ലാറ്റിൻ പദവും കൂടി ചേർന്നിട്ടാണ് അഗർ കൾച്ചർ, അതിൽ നിന്നാണ് അഗ്രികൾച്ചർ ഉണ്ടായത്. ഈ അഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? കര എന്നാണ് അർത്ഥം. അഗർ എന്ന വാക്കിന്റെ അർത്ഥം കര എന്നും കൾച്ചർ എന്ന് പറഞ്ഞാൽ കൃഷി എന്നാണ് അർത്ഥം. അഗർ എന്ന് പറഞ്ഞാൽ കര എന്നും കൾച്ചർ എന്ന് പറഞ്ഞാൽ കൃഷി എന്നുമാണ് അർത്ഥം. അങ്ങനെ ഈ അഗർ കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ലാറ്റിൻ പദത്തിൽ കൃഷി എന്നാണ്. അങ്ങനെയാണ് ഈ അഗ്രികൾച്ചർ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അതൊന്ന് ഓർത്തു വെക്കുക. ജസ്റ്റ് സ്റ്റേറ്റ്മെന്റിലെങ്ങാനും സാധാരണ അങ്ങനെ ചോദിക്കാറുണ്ട് അല്ലെ, ലാറ്റിൻ പദമാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അല്ലെ. ഏത് പദമാണ് അഗ്രികൾച്ചർ? മൺസൂൺ എന്നുള്ളത് ഏത് ഭാഷയിൽ നിന്ന് ഉത്ഭവിച്ച പദമാണെന്ന് ചോദിച്ചിട്ടുണ്ടല്ലേ. അറബി വാക്കിൽ നിന്നാണ് മൺസൂൺ അല്ലെ. മൺസൂൺ എന്ന് പറഞ്ഞ ഒരു അറബി വാക്കാണ്. അപ്പൊ അതേപോലൊക്കെ ചിലപ്പോൾ ചോദിക്കാം. അപ്പൊ അഗ്രികൾച്ചർ എന്നുള്ളത് ഒരു ലാറ്റിൻ പദമാണെന്ന് ഓർത്തു വയ്ക്കുക. ലാറ്റിൻ വാക്കിൽ നിന്നാണ് ഈ അഗ്രികൾച്ചർ എന്നുള്ള പദം ഉണ്ടായത്. അഗർ എന്ന് പറഞ്ഞാൽ കര എന്നും കൾച്ചർ എന്ന് പറഞ്ഞാൽ കൃഷി എന്നാണ് അർത്ഥം. ഇത് രണ്ടും ചേർന്നിട്ട് അഗർ കൾച്ചർ
എന്ന വാക്കുണ്ടായി. ആ അഗ്രികൾച്ചർ എന്ന് പറഞ്ഞാൽ കൃഷി എന്നാണ് ലാറ്റിൻ ഭാഷയിൽ അർത്ഥം. അങ്ങനെയാണ് ഈ അഗ്രികൾച്ചർ വന്നതെന്ന് ഓർത്തിരിക്കുക. ഇനി കാർഷിക വിളകളുടെ ഉൽപാദനത്തോടൊപ്പം തന്നെ നമ്മൾ പല വസ്തുക്കളും കൃഷി ചെയ്യാറുണ്ട് അല്ലേ. അതായത് പുഷ്പങ്ങള്, ഫലങ്ങള്, കന്നുകാലി വളർത്തല്, വനവൽക്കരണം, മത്സ്യകൃഷി, ഇതൊക്കെ കൃഷിയുടെ പരിധിയിൽ തന്നെയാണ് ഉൾപ്പെടുന്നത്. അപ്പൊ കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷ്യവസ്തുക്കൾ കൃഷി ചെയ്യാന്ന് മാത്രമല്ല, മറ്റേത് വസ്തുക്കൾ കൃഷി ചെയ്യുന്നതും കൃഷി തന്നെയാണ്. അതോടൊപ്പം തന്നെ കന്നുകാലി വളർത്തലും വനവൽക്കരണവും മത്സ്യകൃഷിയും എല്ലാം തന്നെ കൃഷി എന്ന് പറഞ്ഞ വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്. അത് ഓർത്തു വെക്കണം. ഈ കന്നുകാലിയൊക്കെ വളർത്തലൊക്കെ കാണുമ്പോൾ ചിലർക്കൊരു സംശയം വരും, അതൊരു കൃഷിയാണോ എന്നുള്ളത്. അതൊരു കൃഷിയാണ്. കന്നുകാലി വളർത്തല്, മത്സ്യകൃഷി, അതേപോലെ തന്നെ വനവൽക്കരണം, ഇതൊക്കെ കൃഷി എന്ന വിഭാഗത്തിൽ തന്നെയാണ് ഉൾപ്പെടുന്നത് എന്ന് ഓർത്തേക്കുക. ഇനി ഇന്ത്യയിലെ കാർഷിക വിളകളെ മെയിനായിട്ട് രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ കാർഷിക വിളകളെ മെയിനായിട്ടും രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. ഒന്ന് ഭക്ഷ്യവിള എന്നും മറ്റൊന്ന് നാണ്യവിള എന്നും. ഭക്ഷ്യവിള എന്നും നാണ്യവിള എന്നും. ഭക്ഷ്യവിള എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഭക്ഷ്യവസ്തുവായിട്ട് നേരിട്ട് ഉപയോഗിക്കുന്നതാണ് ഭക്ഷ്യവിളകൾ. എന്നാൽ വാണിജ്യ വ്യവസായ പ്രാധാന്യമുള്ള വിളകൾ, അതായത് ഇപ്പോൾ പരുത്തി നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട്. പരുത്തി എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? അത് വാണിജ്യത്തിന്, വ്യവസായത്തിനാണ് അല്ലെ, തുണി വ്യവസായത്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. റബ്ബർ നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട്. റബ്ബർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? വാണിജ്യ അടിസ്ഥാനത്തിലാണ്, വ്യവസായിക അടിസ്ഥാനത്തിലാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അതൊക്കെ എന്തൊക്കെയാണ്? അതൊക്കെ വാണിജ്യ വിളകൾ അല്ലെങ്കിൽ നാണ്യവിളകളാണ്. എന്ത് വിളകളാണ്? നാണ്യവിളകളാണ്. മറ്റേത് ഭക്ഷ്യവിളകളാണ്. ഇനി അതിൽ സംശയം വരും. കാപ്പി, ഏലം, കുരുമുളക് കാണുമ്പോൾ നമുക്ക് കുരുമുളകൊക്കെ ഭക്ഷ്യവസ്തുവായിട്ടല്ലേ ഉപയോഗിക്കുന്നതെന്ന് തോന്നും. പക്ഷെ അതും വാണിജ്യ പ്രാധാന്യമുള്ളതാണ്. അതുകൊണ്ട് ഈ കുരുമുളക്, ഏലം, കാപ്പി ഇതൊക്കെ എന്താണ്? അതും വാണിജ്യ വിളകൾ അഥവാ നാണ്യവിളകളാണെന്ന് ഓർത്തു വയ്ക്കുക. അപ്പൊ മനസ്സിലായോ? മെയിനായിട്ട് ഇന്ത്യയിലെ വിളകളെ രണ്ടായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. ഭക്ഷ്യവിളകളെന്നും നാണ്യവിളകളെന്നും. ഭക്ഷ്യവിളകൾ എന്ന് വെച്ചാൽ നമ്മൾ നേരിട്ട് ഭക്ഷ്യവസ്തുക്കളായിട്ട് ഉപയോഗിക്കുന്ന വിളകളാണ് ഭക്ഷ്യവിളകൾ എന്ന് പറയുന്നത്. നെല്ല്, ഗോതമ്പ്, ചോളം, ബാർലി, പയറുവർഗ്ഗങ്ങള്, പച്ചക്കറികൾ, ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ഭക്ഷ്യവിളകളാണ്. എന്നാൽ നാണ്യവിളകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വാണിജ്യ വ്യവസായിക പ്രാധാന്യമുള്ള വിളകളാണ്. അതിൽ റബ്ബർ, പരുത്തിയൊന്നും നമുക്ക് തെറ്റില്ല. പക്ഷെ ഏലം, കുരുമുളക്, അതൊക്കെ എന്താണ്? തേയില, കാപ്പി, ഇതൊക്കെ നാണ്യവിളകൾക്ക് ഉദാഹരണം തന്നെയാണെന്ന് ഓർത്തു വെക്കണം. അതൊക്കെ നാണ്യവിളകളാണ്. അതൊക്കെ നമ്മൾ ഭക്ഷ്യവസ്തുക്കളായിട്ട്, ഇപ്പൊ കുരുമുളകൊക്കെ നമ്മൾ ഭക്ഷണ പദാർത്ഥങ്ങളിൽ ചേർക്കുന്നതല്ലേ എന്ന് ചിന്തിക്കരുത്. അത് നാണ്യവിളകളാണെന്ന് ഓർത്തു വെക്കാം. ഇനി അടുത്തതായിട്ട് നമ്മുടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഭക്ഷ്യവിളകളെ കുറിച്ചിട്ടും ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നാണ്യവിളകളെ കുറിച്ചിട്ടും ഡീറ്റെയിൽ ആയിട്ട് തന്നിട്ടുണ്ട്. അതിന്റെ കാലാവസ്ഥ, അതിന് എത്ര ചൂട് ആവശ്യമുണ്ട്, ഊഷ്മാവ് എത്ര ആവശ്യമുണ്ട്, അതുപോലെ തന്നെ മഴ എത്ര ആവശ്യമുണ്ട്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, മണ്ണ്, ഏത് മണ്ണിലാണ് അത് കൃഷി ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ഇത്തിരി ബോറിംഗ് ആണ്, പക്ഷെ ഇമ്പോർട്ടൻ്റ് ആണ്. PSC പല തവണ എടുത്ത് ചോദിച്ചിട്ടുണ്ട്. നെല്ല്, ഗോതമ്പൊക്കെ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളതാണ്, പഠിക്കണം. അപ്പൊ അതിലാദ്യം തന്നെ ഭക്ഷ്യവിള എന്ന് പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നെല്ലാണ് അല്ലെ പഠിക്കുക. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഭക്ഷ്യവിള നെല്ലാണ്. നെല്ലെന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു എന്താണ്? അതൊരു ഖാരിഫ് വിളയാണ് അല്ലെ. നെല്ല് ഖാരിഫാണ്, ഗോതമ്പ് റാബിയാണ്. മറക്കരുതേ, നെല്ല് ഖാരിഫാണ്, ഗോതമ്പ് റാബിയാണ്. അപ്പൊ നെല്ലെന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിൽ നെല്ല് എവിടെയൊക്കെയാണ് കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നത്? നിങ്ങൾ ഓർത്ത് നോക്കിയേ. കേരളത്തിലെ ജില്ലകളിൽ ഏറ്റവും കൂടുതൽ നെല്ല് കൃഷി ചെയ്യുന്നത് ഒന്ന് പാലക്കാടും മറ്റൊന്ന് ആലപ്പുഴ, കുട്ടനാടാണ് അല്ലേ. ഏറ്റവും കൂടുതലുള്ളത് ഒന്ന് പാലക്കാട് ജില്ലയിൽ നെല്ല് നന്നായിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ആലപ്പുഴയിലും. ഈ പാലക്കാടിൻ്റെ പ്രത്യേകത എന്താണ്? പാലക്കാട് എന്ന് വെച്ചാൽ നല്ല ചൂട് കൂടുതലുള്ള സ്ഥലമാണ് അല്ലേ. പാലക്കാട് നല്ല ചൂട് കൂടുതലുള്ള പ്രദേശമാണ്. അതേപോലെ തന്നെ നമ്മുടെ ആലപ്പുഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലോണം ജലം കിട്ടുന്ന സ്ഥലമാണ് അല്ലേ. വെള്ളം നമുക്കറിയാം, അവിടെ ഇഷ്ടം പോലെ കായലുകളും കുളങ്ങളും തോടുകളൊക്കെ നിറയുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ആലപ്പുഴ എന്ന് പറഞ്ഞാൽ നല്ല വെള്ളം കിട്ടുന്ന സ്ഥലമാണ്. അപ്പം ഇത് രണ്ടും ഓർത്താൽ തന്നെ നിങ്ങൾ നെല്ലിൻ്റെ കാര്യം മെയിനായിട്ട് പഠിച്ചു. അതായത് ഊഷ്മാവും കൂടുതലായിട്ട് വേണം, ജലവും കൂടുതലായിട്ട് വേണം. നെൽകൃഷിക്ക് താപനില എന്ന് പറഞ്ഞാൽ അത് ഉയർന്ന താപനിലയാണ്. നെല്ലിന് ആവശ്യമുള്ള താപനില ഉയർന്ന താപനിലയാണ്. അതുപോലെ തന്നെ ധാരാളം മഴയും വേണം. ഈ ഉയർന്ന താപനില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടേക്ക് എത്രയാണ്? ഒരു 28, 29, 30 ഡിഗ്രി സെൽഷ്യസ് ഒക്കെയാണ് അല്ലേ കേരളത്തിൽ ഏകദേശമൊക്കെ ഉള്ളൊരു താപനില. അപ്പം അതായത് 26 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് നെല്ലിന് അനുയോജ്യമായിട്ടുള്ള താപനില. 24 ഡിഗ്രി സെൽഷ്യസിന് മുകളിലുള്ള താപനിലയാണ് നെൽകൃഷിക്ക് അനുയോജ്യം. അതേപോലെ മഴ എന്ന് പറഞ്ഞാൽ 150 സെൻറ്റിമീറ്ററിൽ കൂടുതൽ മഴ.
മഴ 150 സെൻറ്റിമീറ്ററിൽ കൂടുതൽ മഴയും താപനില 24 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതൽ താപനിലയുമാണ് നെൽകൃഷിക്ക് അനുയോജ്യം. ഈ നെൽകൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണ് ഏതാണ്? എക്കൽ മണ്ണ്. അത് നമുക്ക് അറിയാമല്ലേ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ സിന്ധു നദിയൊക്കെ ഒഴുകി വരുമ്പോൾ അതിൽ എക്കൽ മണ്ണ് നിക്ഷേപിച്ചിട്ട് നമ്മുടെ ഉത്തര മഹാസമുദ്രത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നല്ലവണ്ണം നെൽകൃഷി ഉണ്ട് അല്ലേ. നമ്മുടെ പശ്ചിമ ബംഗാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗംഗാ നദിയും അതേപോലെ തന്നെ ബ്രഹ്മപുത്ര നദിയും വന്ന് ഒരുമിച്ച് ചേരുന്ന സ്ഥലമാണ്. ഏറ്റവും കൂടുതൽ നമ്മുടെ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ എക്കൽ മണ്ണാണ് നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മണ്ണ്. അപ്പം നെല്ലെന്ന് പറയുമ്പോൾ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷ്യവിളയാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷ്യവിളയാണ് നെല്ല്. അതൊരു ഖാരിഫ് വിളയാണ്. അതിന് കൃഷി ചെയ്യാൻ നെൽകൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണെന്ന് പറയുന്നത് എക്കൽ മണ്ണാണ്. താപനില 24 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ താപനില ആവശ്യമുണ്ട്. മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 150 സെൻറ്റിമീറ്ററിൽ കൂടുതൽ മഴ വേണം, ധാരാളം മഴ വേണം. ഈ നദീതടങ്ങളിലും തീരസമതലങ്ങളിലുമാണ് മുഖ്യമായിട്ടും നെൽകൃഷി ചെയ്യുന്നത്. നദീതടങ്ങളിലും തീരസമതലങ്ങളിലുമാണ് മുഖ്യമായിട്ടും നെൽകൃഷി ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യം നെല്ല് പഠിച്ചോ? കിട്ടിയോ? നെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ മുഖ്യ ഭക്ഷ്യവിളയാണ് നെല്ലെന്ന് പറയുന്നത്. അതൊരു ഖാരിഫ് വിളയാണ്. നെൽകൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണ് എക്കൽ മണ്ണാണ്. താപനില 24 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ്. മഴ 150 സെൻറ്റിമീറ്ററിൽ കൂടുതൽ മഴ, ഉയർന്ന മഴ വേണം. അതിന് 150 സെൻറ്റിമീറ്ററിൽ കൂടുതൽ മഴ. നദീതടങ്ങളിലും തീരസമതലങ്ങളിലുമാണ് മുഖ്യമായിട്ടും കൃഷി ചെയ്യുന്നത്. പിന്നെ അവിടെ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളാണ്. ഒന്ന്, മഴ കുറഞ്ഞ പ്രദേശങ്ങളിൽ ജലസേചന സൗകര്യത്തോടു കൂടി നെൽകൃഷി ചെയ്തു വരുന്നുണ്ട്. അപ്പം നമ്മൾ പറഞ്ഞു 150 സെൻറ്റിമീറ്ററിൽ കൂടുതൽ മഴ വേണം നെൽകൃഷിക്ക് പറഞ്ഞു. അപ്പോൾ എന്ന് വെച്ചിട്ട് മഴ കുറഞ്ഞ പ്രദേശങ്ങളിൽ നെൽകൃഷി ചെയ്യുന്നില്ല എന്ന് വിചാരിക്കരുത്. മഴ കുറഞ്ഞ പ്രദേശങ്ങളിൽ ജലസേചന സൗകര്യത്തോടു കൂടി തന്നെ നെൽകൃഷി ചെയ്തു വരുന്നുണ്ട്. നമുക്കറിയാലോ, തമിഴ്നാട് എന്നൊക്കെ പറയുന്നത് കേരളത്തിന്റെ പകുതി പോലും മഴ ലഭിക്കാത്ത പ്രദേശങ്ങളാണ്. പക്ഷെ അവിടെയൊക്കെ എങ്ങനെയാണ്? ജലസേചന സൗകര്യത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് നെൽകൃഷി ചെയ്യുന്നത്. അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, സിവാലിക് പർവ്വത ചെരിവുകളിലെ തട്ടുകളായിട്ട് നെൽകൃഷി ചെയ്തു വരുന്നു. സിവാലിക് പർവ്വത ചെരിവുകളിലെ തട്ടുകളായിട്ട് നെൽകൃഷി ചെയ്തു വരുന്നു. അതൊക്കെ സ്റ്റേറ്റ്മെന്റിൽ വരും ചാൻസ് ഉള്ള ഭാഗങ്ങളാണ്. സിവാലിക് പർവ്വത ചെരിവുകളിലെ തട്ടുകളായിട്ട് നെൽകൃഷി ചെയ്തു വരുന്നുണ്ട്. ഈ സിവാലിക് പർവ്വത ചെരിവൊക്കെ അറിയാലോ എന്താണെന്ന്. നമ്മുടെ ഹിമാലയം പർവ്വതനിരകളെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട് അല്ലെ. ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് അല്ലെ. ഹിമാചൽ, സിവാലിക്. ഹിമാദ്രി എന്ന് പറയുമ്പോൾ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടികളൊക്കെ ഉള്ള ഭാഗമാണ് ഹിമാദ്രി. ഹിമാചൽ എന്ന് പറയുമ്പോൾ അവിടെയാണ് കൂടുതലും സുഖവാസ കേന്ദ്രങ്ങളൊക്കെ ഉള്ളത്. സിവാലിക് എന്ന് പറയുമ്പോൾ ഇതിന്റെ തന്നെ ഏറ്റവും തെക്ക് ഭാഗത്തായിട്ട് കാണപ്പെടുന്ന ഭാഗമാണ് സിവാലിക് എന്ന് പറയുന്നത് അല്ലെ. ഈ സിവാലിക് പ്രദേശങ്ങളിൽ, ഈ സിവാലിക് പർവ്വത ചെരുവുകളിൽ തട്ടുകളായിട്ട് എന്ത് ചെയ്തു വരുന്നു? നെൽകൃഷി ചെയ്തു വരുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി അവിടെ ശ്രദ്ധിക്കാം. അടുത്തത് ഗോതമ്പ്. ഗോതമ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഈ തീരപ്രദേശങ്ങളിലൊന്നും തന്നെ, അതായത് നമ്മുടെ ഇന്ത്യയുടെ തീരസമതലങ്ങളിൽ ഒന്നും തന്നെ കൃഷി ചെയ്യാത്തൊരു വിളയാണ് അല്ലെ ഗോതമ്പ്. ഗോതമ്പ് കൂടുതലും ഉത്തരേന്ത്യയിലാണ് കൃഷി ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഉത്തരേന്ത്യയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ താപനില കുറവാണ് അല്ലേ. നമ്മുടെ കേരളം എന്നൊക്കെ പറയുന്നത് കുറച്ചും കൂടി ഭൂമധ്യരേഖയുടെ അടുത്ത് കിടക്കുന്ന ഒരു സ്ഥലമാണ് അല്ലേ. ഭൂമധ്യരേഖയുടെ തൊട്ടടുത്തെന്നല്ല എങ്കിലും നമുക്ക് ഉത്തരേന്ത്യനെ അപേക്ഷിച്ച് നമ്മുടെ കേരളം എന്നൊക്കെ പറയുന്നത് ഇത്തിരിയും കൂടി ഭൂമധ്യരേഖയുടെ അടുത്ത് കിടക്കുന്ന ഒരു സ്ഥലമാണ്. പക്ഷെ ഉത്തരേന്ത്യ എന്നൊക്കെ പറയുന്നത് ഉത്തരായന രേഖയൊക്കെ കടന്നു പോകുന്ന ആ പ്രദേശമാണ്. അവിടെ കുറച്ചും കൂടിയും തണുപ്പാണ്. നമ്മുടെ കേരളത്തിനേക്ക് അപേക്ഷിച്ച് താപനില കുറച്ചും കൂടിയും കുറവാണ്. അപ്പോൾ അവിടുത്തെ താപനില എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ഗോതമ്പ് കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള താപനില എന്ന് പറയുന്നത്, നമ്മൾ നേരത്തെ നെൽകൃഷിക്ക് 24 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതലാണെങ്കിൽ നമ്മുടെ ഗോതമ്പിന് 10 മുതൽ 26 ഡിഗ്രി സെൽഷ്യസ് മാത്രമേ താപനില ആവശ്യമുള്ളൂ. 10 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുമ്പോൾ അറിയാലോ എത്ര താഴ്ന്ന താപനിലയാണെന്ന്. 10 ഡിഗ്രി സെൽഷ്യസ് മുതൽ 26 ഡിഗ്രി സെൽഷ്യസ് മാത്രമേ ഗോതമ്പിന് ആവശ്യമുള്ളൂ. ഇനി ജലമാണെങ്കിൽ പോലും നമ്മുടെ നെൽകൃഷിക്ക് ആവശ്യമുള്ളതിൻ്റെ നേർപകുതി, അതായത് 75 സെൻറ്റിമീറ്റർ മഴ മാത്രമേ ഗോതമ്പ് കൃഷിക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ ഗോതമ്പ് കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭക്ഷ്യവിള തന്നെയാണ്. അത് നെല്ല് കഴിഞ്ഞാൽ 2ാം സ്ഥാനത്തുള്ള ഭക്ഷ്യവിള. നെല്ലാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷ്യവിള എന്ന് പറയുന്നത്. 2ാം സ്ഥാനത്ത് ഉൽപാദനത്തിലാണെങ്കിലും 2ാം സ്ഥാനത്തുള്ള ഭക്ഷ്യവിള എന്ന് പറയുന്നത് ഗോതമ്പാണ്. ഈ ഗോതമ്പ് ഒരു റാബി വിളയാണ്. നമ്മൾ ഓൾറെഡി പഠിച്ചു. ഗോതമ്പ് എന്ത് വിളയാണ്? ഒരു റാബി വിളയാണ്. ഗോതമ്പ് എന്ന് എഴുതുമ്പോഴും ബായ് ഉണ്ട്, റാബി എന്ന് എഴുതുമ്പോഴും ബായ് ഉണ്ട് അല്ലേ. അപ്പൊ ഗോതമ്പ് റാബി വിളയാണ്.
ഇനി ഇതിനാവശ്യമായിട്ടുള്ള ഗോതമ്പ് കൃഷിക്ക് ആവശ്യമായിട്ടുള്ള താപനില എന്ന് പറയുന്നത് 10 ഡിഗ്രി സെൽഷ്യസിനും 26 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലുള്ള താപനില. 10 ഡിഗ്രി സെൽഷ്യസിനും 26 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലുള്ള താപനിലയാണ് ഗോതമ്പ് കൃഷിക്ക് അനുയോജ്യം. ഇനി മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെൽകൃഷിയുടെ നേർപകുതിയാണ്. 75 സെന്റിമീറ്റർ മഴ മാത്രമേ ഗോതമ്പ് കൃഷിക്ക് ആവശ്യമുള്ളൂ. ഇനി മണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, മണ്ണ് എക്കൽ മണ്ണ് തന്നെയാണ്. പക്ഷെ ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയോ? നീർവാർച്ചയുള്ള എക്കൽ മണ്ണ്. നമ്മുടെ നെൽകൃഷിക്ക് നമ്മൾ എക്കൽ മണ്ണെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. പക്ഷേ ഗോതമ്പ് കൃഷിക്ക് നീർവാർച്ചയുള്ള എക്കൽ മണ്ണെന്ന് പ്രത്യേകം എടുത്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗോതമ്പ് കൃഷി നിങ്ങളൊന്നും കൂടി ഓർത്തു നോക്കി. ഗോതമ്പ് കൃഷി ഇന്ത്യയിലെ 2ാം സ്ഥാനത്തുള്ള ഭക്ഷ്യവിളയാണ്. ഒരു റാബി വിളയാണ്. ആവശ്യമുള്ള താപനില 10 ഡിഗ്രി സെൽഷ്യസിനും 26 ഡിഗ്രി സെൽഷ്യസിനും ഇടയ്ക്കാണ്. ആവശ്യമുള്ള മഴ എന്ന് പറയുന്നത് 75 സെന്റിമീറ്റർ മഴയാണ് ആവശ്യമുള്ളത്. ഇനി ഇത് കൃഷി ചെയ്യുന്ന മണ്ണെന്ന് പറയുന്നത് നീർവാർച്ചയുള്ള എക്കൽ മണ്ണാണ് ഗോതമ്പ് കൃഷിക്ക് ഉത്തമം. നീർവാർച്ചയുള്ള എക്കൽ മണ്ണ് പഠിച്ചോ. ഇനി 3ാം സ്ഥാനത്ത്, നെല്ല് കഴിഞ്ഞു ഗോതമ്പ് കഴിഞ്ഞ 3ാം സ്ഥാനത്തുള്ള ഭക്ഷ്യവിള എന്ന് പറയുന്നത് ചോളമാണ്. ചോളം എന്ന് പറയുമ്പോൾ എല്ലാത്തിനോടും കോംപ്രമൈസ് ചെയ്യുന്ന ആളാണ് ചോളം എന്ന് പറഞ്ഞാൽ. അതായത് ഇത് ഉഷ്ണകാലത്തും ശൈത്യകാലത്തും കൃഷി ചെയ്യാൻ പറ്റും. ഉഷ്ണകാലത്തും കൃഷി ചെയ്യാൻ പറ്റും, ശൈത്യകാലത്തും കൃഷി ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇതിന് ആവശ്യമുള്ള മണ്ണെന്ന് പറയുന്നത് നീർവാർച്ചയുള്ള ഫലഭൂയിഷ്ടമായിട്ടുള്ള മണ്ണ്. അല്ലാതെ ഇന്ന മണ്ണെന്ന് പറയുന്നില്ല. നീർവാർച്ചയുള്ള ഫലഭൂയിഷ്ടമായിട്ടുള്ള മണ്ണെന്നാണ് ചോളത്തിന്റെ കൃഷിക്ക് പറയുന്നത്. മഴയാണെങ്കിലും കുറവ് മതി, 75 സെന്റിമീറ്റർ മഴ മതി. അപ്പൊ ചോളം എന്ന് പറഞ്ഞാൽ എന്തുമായിട്ടും കോംപ്രമൈസ് ചെയ്യുന്ന ആളാണല്ലേ. ഉഷ്ണകാലത്തും കൃഷി ചെയ്യാം, ശൈത്യകാലത്തും കൃഷി ചെയ്യാം. ഉഷ്ണകാലത്തും കൃഷി ചെയ്യാം, ശൈത്യകാലത്തും കൃഷി ചെയ്യാം. മണ്ണാണെങ്കിലോ നീർവാർച്ചയുള്ള ഫലഭൂയിഷ്ടിയുള്ള മണ്ണ്. നെൽകൃഷിക്കാണെങ്കിലും ഗോതമ്പ് കൃഷിക്കാണെങ്കിലും എക്കൽ മണ്ണാണ്. അതിൽ ഗോതമ്പ് കൃഷിക്ക് നീർവാർച്ചയുള്ള എക്കൽ മണ്ണായിരുന്നു. പക്ഷെ ചോളത്തിനാണെങ്കിൽ എന്ത് മതി? നീർവാർച്ചയുള്ള ഫലഭൂയിഷ്ടമായിട്ടുള്ള മണ്ണ് മതി. അതേപോലെ തന്നെ മഴയാണെങ്കിലും 75 സെന്റിമീറ്റർ മഴ മതി. അപ്പൊ ചോളം എന്ന് പറയുമ്പോൾ 3ാം സ്ഥാനത്താണ്. ഇന്ത്യയിലെ ഭക്ഷ്യവിളകളിൽ 3ാം സ്ഥാനത്താണ് ചോളം എന്ന് പറയുന്നത്. ചോളം എന്ത് വിളയാണ്? ഖാരിഫ് വിളയാണ് അല്ലെ ചോളം. നമ്മൾ ചണം ചോളം ഒരുമിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. ചോളം എന്ന് പറയുന്നത് രണ്ടും എന്താണ്? ഒരു ഖാരിഫ് വിളയാണെന്ന് പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ചോളം എന്ന് പറഞ്ഞ ഒരു ഖാരിഫ് വിളയാണ്. ഇനി ഇതിന് ആവശ്യമുള്ള താപനിലയെ കുറിച്ചൊന്നും പറയുന്നില്ല. ഉഷ്ണകാലത്തും കൃഷി ചെയ്യാൻ പറ്റും, ശൈത്യകാലത്തും കൃഷി ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ താപനില പറയുന്നില്ല. ഉഷ്ണകാലത്തും വേണമെങ്കിൽ കൃഷി ചെയ്യാം, ശൈത്യകാലത്തും വേണമെങ്കിൽ കൃഷി ചെയ്യാം. മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും 75 സെന്റിമീറ്റർ മഴ മതി. മണ്ണെന്ന് പറയുന്നത് ഫലഭൂയിഷ്ടമായിട്ടുള്ള നീർവാർച്ചയുള്ള ഫലഭൂയിഷ്ടമായ മണ്ണ്. നീർവാർച്ചയുള്ള ഫലഭൂയിഷ്ടമായിട്ടുള്ള മണ്ണാണ് ചോളത്തിന്റെ കൃഷിക്ക് ആവശ്യമുള്ളത്. ഈ ചോളം ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന സംസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞാൽ കർണാടകം, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, രാജസ്ഥാൻ, അതുപോലെ ഉത്തർപ്രദേശ്, അവിടെ ഈ സ്ഥലങ്ങളിലൊക്കെയാണ് കൂടുതലായിട്ടും ചോളം കൃഷി ചെയ്യുന്നത്. അപ്പൊ ആ സംസ്ഥാനങ്ങളൊക്കെ നിങ്ങളുടെ മൈൻഡിലേക്ക് ഒന്ന് വന്നാൽ മതി. കേരളത്തിന് മുകളിലായിട്ട് കർണാടക, അതിന് തൊട്ടുപോലുള്ള മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, അവിടെയൊക്കെ മെയ്സ് അതായത് ചോളം നന്നായിട്ട് കൃഷി ചെയ്യുന്ന സംസ്ഥാനങ്ങളാണ്. അപ്പൊ ഈ 3 ഭക്ഷ്യവിളകളും നല്ല കൃത്യമായിട്ട് പഠിക്കുക. ആദ്യം നമ്മൾ പറഞ്ഞ നെല്ലാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷ്യവിളയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഭക്ഷ്യവിളയാണ് നെല്ലെന്ന് പറയുന്നത്. നെല്ല് നമ്മുടെ ഭൂപടത്തിൽ നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. നെല്ല് കൂടുതലായിട്ടും കൃഷി ചെയ്യുന്നത് കൂടുതലും തീര സമതലത്തോട് ചേർന്നിട്ടൊക്കെയാണ് കൂടുതൽ കൃഷി ചെയ്യുന്നത്. കാരണം എന്താണ്? ഏറ്റവും കൂടുതൽ ചൂടും ആവശ്യമാണ്, ഏറ്റവും കൂടുതൽ മഴയും ആവശ്യമാണ് അല്ലെ. ഇനി ആവശ്യമുള്ള മണ്ണെന്ന് പറയുന്നത് എക്കൽ മണ്ണാണ് ആവശ്യം. എക്കൽ മണ്ണാണ് അനുയോജ്യമായിട്ടുള്ള മണ്ണ്. എക്കൽ മണ്ണാണ്. ഖാരിഫ് വിളയാണ്. മഴ എത്ര വേണം? 150 സെന്റിമീറ്ററിൽ കൂടുതൽ മഴ വേണം. താപനില എന്ന് പറഞ്ഞാലും കൂടുതൽ വേണം. അതായത് 24 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ താപനില വേണം. 24 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ താപനില വേണം നെൽകൃഷിക്ക് എന്ന് പറയുന്നത്. ഇനി നെല്ല് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ഗോതമ്പാണ് പറഞ്ഞത്. ഗോതമ്പ് എന്ന് പറഞ്ഞാൽ റാബി വിളയാണ്. ഇന്ത്യയിൽ 2ാം സ്ഥാനത്തുള്ള ഭക്ഷ്യവിളയാണ് അല്ലെ. നെല്ല് കഴിഞ്ഞാൽ പിന്നെ ഗോതമ്പാണ്. 2ാം സ്ഥാനത്തുള്ള ഭക്ഷ്യവിളയാണ്. താപനിലയും കുറവ് മതി, മഴയും കുറവ് മതി. താപനില എന്ന് പറഞ്ഞാൽ 10 ഡിഗ്രി സെൽഷ്യസിനും 26 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലുള്ള താപനിലയാണ് ആവശ്യം. മഴ എന്ന് പറഞ്ഞാൽ നെല്ലിന്റെ നേർപകുതിയാണ്. 75 സെന്റിമീറ്റർ മഴയാണ് ആവശ്യം. മണ്ണെന്ന് പറഞ്ഞാൽ എക്കൽ മണ്ണ് തന്നെയാണ്. പക്ഷെ എന്താണ് പ്രത്യേകത? നീർവാർച്ചയുള്ള എക്കൽ മണ്ണ്. ചോളം എന്ന് പറഞ്ഞാൽ എല്ലാവരായിട്ട് അഡ്ജസ്റ്റ് ചെയ്യും അല്ലെ. 3ാം സ്ഥാനത്താണ്. ഇന്ത്യയിൽ ഭക്ഷ്യവിളകളിൽ 3ാം സ്ഥാനത്താണ് ചോളം എന്ന് പറയുന്നത്. ചോളം ഒരു ഖാരിഫ് വിള തന്നെയാണ്. എല്ലാവരായിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഉഷ്ണകാലത്തും കൃഷി ചെയ്യാം, ശൈത്യകാലത്തും കൃഷി ചെയ്യാം അല്ലെ. ഉഷ്ണകാലത്തും കൃഷി ചെയ്യാം, ശൈത്യകാലത്തും കൃഷി ചെയ്യാം. അതുകൊണ്ട് താപനില പറയുന്നില്ല. ഉഷ്ണകാലത്തും കൃഷി ചെയ്യാം, ശൈത്യകാലത്തും കൃഷി ചെയ്യാം. മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നേരത്തെ പറഞ്ഞ ഗോതമ്പിന്റെ അതേ തന്നെ 75 സെന്റിമീറ്റർ മഴയാണ് ആവശ്യം. മണ്ണെന്ന് പറയുമ്പോഴും പ്രത്യേകിച്ച് ഒരു കണ്ടീഷൻ പറയുന്നില്ല. നീർവാർച്ചയുള്ള ഫലഭൂയിഷ്ടമായിട്ടുള്ള മണ്ണെന്നേ പറയുന്നുള്ളൂ. ചോളം കൃഷി ചെയ്യുന്ന സംസ്ഥാനങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കുക. കർണാടകം, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, രാജസ്ഥാനൊക്കെയാണ് കൂടുതലായിട്ടും കൃഷി ചെയ്യുന്നത്. അടുത്തത് നാണ്യവിളകളെ കുറിച്ചാണ് പറഞ്ഞത്. നാണ്യവിളകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? വാണിജ്യ വ്യവസായിക പ്രാധാന്യമുള്ള വിളകളാണ് നാണ്യവിളകൾ. വാണിജ്യ വ്യവസായിക പ്രാധാന്യം
പ്രാധാന്യമുള്ള വിളകളാണ് നാണ്യവിളകൾ എന്ന് പറയുന്നത്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നാണ്യവിളകളെ നമുക്ക് വീണ്ടും 4ആയിട്ട് തിരിക്കാം. ഈ നാണ്യവിളകളെ തന്നെ 4ആയിട്ട് തിരിക്കാം. ഒന്നാമത്തത് നാരുവിളകൾ. നാരെന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ, അതായത് നൂല് പോലെ നാര് പോലെ കിട്ടുന്നത്. അപ്പം നാരുവിള എന്ന് പറയുമ്പോൾ തന്നെ ഏതായിരിക്കും? നമ്മളെ വസ്ത്രങ്ങളൊക്കെ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പരുത്തിയും ചണവും അല്ലേ? പരുത്തിയും ചണവും. പരുത്തി എന്ന് പറഞ്ഞാൽ എന്താണ് അറിയപ്പെടുന്നത്? യൂണിവേഴ്സൽ ഫൈബർ. കാരണം എല്ലായിടത്തും വസ്ത്രങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് പരുത്തിയാണ്. അതുകൊണ്ട് പരുത്തിനെ നമ്മൾ യൂണിവേഴ്സൽ ഫൈബർ എന്നാണ് അറിയപ്പെടുന്നത്. ഇനി ചണം എന്ന് പറഞ്ഞാൽ അതിന്റെ കളർ തന്നെ അറിയാലോ, ഒരു ഗോൾഡൻ കളറാണ്. അതുകൊണ്ട് തന്നെ അതിന് ഗോൾഡൻ ഫൈബർ, സുവർണ്ണ നാര് എന്നാണ് അറിയപ്പെടുന്നത്. സുവർണ്ണ നാര് എന്നറിയപ്പെടുന്നത് ഏതാണ്? സുവർണ്ണ നാര് എന്നറിയപ്പെടുന്നത് ചണമാണ്. ഒരു ഗോൾഡൻ കളറാണ്. അതുകൊണ്ട് സുവർണ്ണ നാര് എന്നറിയപ്പെടുന്നത് ചണമാണ്. എന്നാൽ യൂണിവേഴ്സൽ ഫൈബർ, കാരണം ലോകത്തെല്ലായിടത്തും ഈ നൂലുണ്ടാക്കാൻ കൂടുതൽ ഉപയോഗിക്കുന്നത് പരുത്തിയാണ്. അതുകൊണ്ട് യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് പരുത്തിയാണ്. അപ്പൊ നാരുവിളകളാണ് പരുത്തിയും ചണവും എന്ന് പറയുന്നത്. അടുത്തത് പാനീയ വിളകൾ. പാനീയ വിളകൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാലോ, നമുക്ക് വെള്ളം പോലെ ഇരിക്കുന്നത്, അതായത് നമ്മൾ ചായ കാപ്പിയൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന തേയില, കാപ്പി, അതൊക്കെ തന്നെയാണ് പാനീയ വിളകൾ എന്ന് പറയുന്നത്. പിന്നെ സുഗന്ധ വിളകൾ അറിയാലോ, സുഗന്ധ വ്യഞ്ജനങ്ങൾ. സുഗന്ധ വിളകൾ എന്ന് പറയുമ്പോൾ ഏലം, കുരുമുളക്, ഇതൊക്കെ സുഗന്ധ വിളകളാണ്. പിന്നെ മറ്റ് വിളകൾ എന്ന് പറയുന്നത് കരിമ്പ്, റബ്ബർ. അപ്പൊ നമ്മൾ പറഞ്ഞത് നാണ്യവിളകളെ 4ആയി തിരിച്ചിരിക്കുന്നു. ആദ്യം തന്നെ ഇന്ത്യയിലുള്ള വിളകളെ, കാർഷിക വിളകളെ 2ആയി തിരിച്ചു, ഭക്ഷ്യവിളകളെന്നും നാണ്യവിളകളെന്നും. ഈ നാണ്യവിളകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാണിജ്യ വ്യവസായിക പ്രാധാന്യമുള്ള വിളകളാണ് നാണ്യവിളകൾ. നാണ്യവിളകളെ തന്നെ നമ്മളിപ്പോൾ 4ആയി തിരിച്ചു. ഒന്ന് നാരുവിളകള്, മറ്റൊന്ന് പാനീയ വിളകള്, സുഗന്ധ വിളകള്, മറ്റു വിളകള്. കിട്ടിയോ? 4ആയി തിരിച്ചത് നാരുവിളകള്, പിന്നെ പാനീയ വിളകള്, പിന്നെ സുഗന്ധ വിളകള്, മറ്റു വിളകള്. ഇനി അതിൽ ആദ്യം തന്നെ നാരുവിളകളെ കുറിച്ച് പറയാം. നാരുവിളകൾ എന്ന് പറയുമ്പോൾ ഒന്ന് പരുത്തിയും മറ്റൊന്ന് ചണവുമാണ് അല്ലെ. പരുത്തി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഒരു നാരുവിളയാണ് അല്ലെ. പരുത്തിയും ചണവും ഒരു നാരുവിളയാണ്. ഇനി പരുത്തിനെ നമ്മൾ എന്താണ് പറയുന്നത്? യൂണിവേഴ്സൽ ഫൈബർ അല്ലെ. യൂണിവേഴ്സൽ ഫൈബർ എന്നാണ് പരുത്തി അറിയപ്പെടുന്നത്. ഇനി ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്നു പരുത്തി ഉൽപാദനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 1-ാം സ്ഥാനമാണെന്ന്. പരുത്തി ഉൽപാദനത്തിൽ ഇന്ത്യ 1-ാം സ്ഥാനമാണെന്ന് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നു. പക്ഷെ ഇത് മുമ്പ് കുറച്ച് നാൾ മുമ്പ് അച്ചടിച്ച ടെക്സ്റ്റ് ആണല്ലേ. പക്ഷെ നിലവിൽ ഇന്ത്യക്ക് 2-ാം സ്ഥാനമാണ്. ഇന്ത്യയിലെ പരുത്തി ഉൽപാദനത്തിൽ ഇന്ത്യക്ക് 2-ാം സ്ഥാനമാണ്. ആദ്യത്തെ സ്ഥാനം, 1-ാം സ്ഥാനം ചൈനയ്ക്കാണ്. ഇപ്പൊ നമ്മൾ നെല്ല് പറയുകയാണെങ്കിലും നെല്ല് ഉൽപാദനത്തിൽ ഏറ്റവും 1-ാം സ്ഥാനത്തുള്ള രാജ്യം ചൈനയാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നത് ചൈനയാണ്. 2-ാം സ്ഥാനം ഇന്ത്യക്കാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്നത് ചൈനയാണ്. 2-ാം സ്ഥാനം ഇന്ത്യക്കാണ്. അതേപോലെ തന്നെ ലോകത്തെ ഏറ്റവും കൂടുതൽ പരുത്തി ഉൽപാദനത്തിൽ ചൈനയാണ്. 2-ാം സ്ഥാനമാണ് ഇന്ത്യക്ക്. അപ്പൊ നെല്ല്, ഗോതമ്പ്, പരുത്തി അല്ലെ, ഇതിൽ 3-ലും 1-ാം സ്ഥാനം ചൈനയ്ക്കും 2-ാം സ്ഥാനം ഇന്ത്യക്കാണ്. ഇനി ചിലപ്പോൾ ഇത് മാറാം, നിങ്ങൾ എക്സാമിന്റെ സമയത്ത് ഒന്നും കൂടി നോക്കാം. ഇപ്പൊ നിലവിലെ 1-ാം സ്ഥാനം ചൈനയ്ക്കും 2-ാം സ്ഥാനം ഇന്ത്യക്കാണ് കാണുന്നത് 2023 കണക്ക് പ്രകാരവും. ഇനി പരുത്തിനെ കുറിച്ച് നമുക്ക് പഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട് പഠിക്കാനുള്ളത് താപനില. ഏത് താപനിലയാണ് ആവശ്യം, അതേപോലെ തന്നെ മഴയുടെ അളവ് നമുക്ക് പഠിക്കാനുണ്ട് അല്ലെ. അപ്പൊ ഇത് ഓർക്കാൻ വേണ്ടിയിട്ട് കുറെ പഠിക്കുമ്പോൾ കൺഫ്യൂഷൻ ആവാൻ പാടില്ലല്ലോ. അപ്പൊ ഓർക്കാൻ വേണ്ടി നമ്മൾ പരുത്തി വസ്ത്രങ്ങൾ സാധാരണയായിട്ട് ഉപയോഗിക്കുക ഏത് സമയത്താണ്? നല്ല ചൂടുള്ള സമയത്താണല്ലോ. നല്ല ചൂടുള്ള സമയത്ത് നമ്മൾ പറയും പരുത്തി വസ്ത്രങ്ങൾ അല്ലെ. കോട്ടന്റെ ഡ്രസ്സ് ഇടണമെന്ന് പറയാറില്ലേ? കോട്ടൺ ഡ്രസ്സാണ് നല്ലതെന്ന് പറയാറുണ്ടല്ലേ. അപ്പൊ നല്ല ചൂടുള്ള സമയത്തല്ലേ നമ്മൾ പരുത്തി വസ്ത്രങ്ങൾ ഇടുക. അതുകൊണ്ട് തന്നെ ഇതിന്റെ താപനില എന്ന് പറയുന്നത് നല്ല താപനില വേണം. അതായത് 20 ഡിഗ്രി സെൽഷ്യസിനും 30 ഡിഗ്രി സെൽഷ്യസിനും ഇടയ്ക്കുള്ള താപനിലയാണ് പരുത്തിക്ക് ഏറ്റവും അനുയോജ്യം. നമ്മുടെ കേരളത്തിൽ പരുത്തി കൃഷി എവിടെയാണ് കാണപ്പെടുന്നത്? പാലക്കാട് ജില്ലയിലാണ്. ഈ പാലക്കാട് എന്ന് പറഞ്ഞാൽ തന്നെ അറിയാലോ, നല്ല അത്യാവശ്യം നല്ല ചൂടുള്ളൊരു ജില്ലയാണ് അല്ലെ. നമ്മുടെ ഈ കേരളത്തിലെ ജില്ലകളിൽ വെച്ചിട്ട് അത്യാവശ്യം നല്ല, അതിന് കാരണമൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും, അത് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. അപ്പൊ പാലക്കാട് ജില്ലയിലാണ് നല്ല താപനിലയുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ പാലക്കാട് കൃഷി, ഈ കേരളത്തിൽ പാലക്കാടാണ് കൂടുതലായിട്ടും ഈ പരുത്തി കൃഷി ചെയ്യുന്നത്. അപ്പൊ പരുത്തിക്ക് എത്ര താപനില ആവശ്യമുണ്ട്? 20 ഡിഗ്രി സെൽഷ്യസ് മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് ആവശ്യമുണ്ട്. കിട്ടിയോ? ഇനി പരുത്തിന്ന് കേൾക്കുമ്പോൾ അപ്പൊ നിങ്ങളെ മനസ്സിൽ വരണം നമ്മൾ നല്ല ചൂടുകാലത്താണ് പരുത്തി വസ്ത്രങ്ങൾ ഇടുക. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല താപനില ആവശ്യമുണ്ട്. 20 ഡിഗ്രി സെൽഷ്യസ് മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ആവശ്യമുണ്ട്. ഇനി നമ്മളുടെ വസ്ത്രത്തിൽ നമുക്ക് എന്തെങ്കിലും വെള്ളമാകുന്നത് നമുക്ക് ഇഷ്ടമാണോ? എന്തെങ്കിലും ഇഷ്ടമാണോ? നമ്മുടെ ഡ്രസ്സിൽ വെള്ളമാകുന്നതോ അല്ലെങ്കിൽ മഞ്ഞ് വീഴുന്നതോ നനയുന്നതോ നമുക്ക് ഇഷ്ടമാണോ? അല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന് മഴയും വേണ്ട, അധികം മഞ്ഞും പാടില്ല, മഞ്ഞ് ഒട്ടും പാടില്ല. അതായത് മഞ്ഞുവീഴ്ച ഇല്ലാത്ത വളർച്ചാക്കാലമാണ് വേണ്ടത്. മഞ്ഞുവീഴ്ച ഇല്ലാത്ത വളർച്ചാക്കാലമാണ് ആവശ്യം. അതേപോലെ തന്നെ മഴ വളരെ ചെറിയ അളവിൽ മാത്രം മതി. അതായത് ഒരു നനവിന് വേണ്ടി മാത്രം.
മഴ ചെറിയ തോതിലുള്ള വാർഷിക വർഷപാതമാണ് ആവശ്യം. ചെറിയ തോതിലിനെ പറഞ്ഞിട്ടുള്ളൂ, കൃത്യമായി എടുത്ത് പറഞ്ഞിട്ടില്ല. ചെറിയ തോതിലുള്ള വാർഷിക വർഷപാതം. അപ്പൊ ഈ പരുത്തി എന്ന് പറയുമ്പോൾ തന്നെ നമ്മളുടെ വസ്ത്രം ആലോചിച്ചാൽ മതി. നമ്മൾ സാധാരണ പരുത്തി വസ്ത്രങ്ങളുടെ നല്ല ചൂടുകാലത്താണ്, ചൂടധികം ഏൽക്കാതിരിക്കാൻ. അപ്പൊ 20°C മുതൽ 30°C വരെ താപനില ആവശ്യമുണ്ട്. നമ്മുടെ ഡ്രസ്സുമേൽ വെള്ളമാകുന്നതോ മഞ്ഞ് വീഴുന്നതോ നമുക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ വീഴ്ച ഇല്ലാത്ത വളർച്ചാക്കാലം, മഞ്ഞുവീഴ്ച ഇല്ലാത്ത വളർച്ചാക്കാലമാണ് പരുത്തി കൃഷിക്ക് ആവശ്യം. അതേപോലെ തന്നെ മഴയാണെങ്കിലും ചെറിയ തോതിൽ മാത്രമുള്ള വാർഷിക വർഷപാതം മതി. ചെറിയ തോതിലുള്ള വാർഷിക വർഷപാതം മതി. അതിന്റെ വേരൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നനയാനല്ലേ, മണ്ണൊക്കെ ഒന്ന് നനഞ്ഞു കിടക്കാൻ ചെറിയ തോതിലുള്ള ഒരു വാർഷിക വർഷപാതം മാത്രം ആവശ്യമുള്ളൂ. ഇനി പരുത്തി കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണ് നമ്മൾ പണ്ട് തൊട്ടേ പഠിക്കുന്നതല്ലേ, ഏത് മണ്ണാണ്? കറുത്ത മണ്ണാണ് അല്ലേ ആവശ്യം. കറുത്ത മണ്ണാണ് പരുത്തി കൃഷിക്ക് അനുയോജ്യം. പക്ഷെ എക്കൽ മണ്ണിലും കൃഷി ചെയ്യാം. എക്കൽ മണ്ണും അനുയോജ്യം തന്നെയാണ്, പക്ഷെ ഏറ്റവും അനുയോജ്യം കറുത്ത മണ്ണാണ്. ഇനി ഇന്ത്യയിൽ ആദ്യത്തെ പരുത്തി തുണിമില്ല് സ്ഥാപിച്ചത് എവിടെയാണ്? ഇന്ത്യയിൽ ആദ്യത്തെ പരുത്തി തുണിമില്ല് സ്ഥാപിച്ചത് ബ്രിട്ടീഷുകാരല്ലേ സ്ഥാപിച്ചത്. അപ്പൊ ഏറ്റവും ആദ്യം അവരെവിടെ കൊണ്ടുവന്നേ സ്ഥാപിക്കുള്ളൂ? കൊൽക്കത്തയിൽ സ്ഥാപിക്കുള്ളൂ അല്ലേ. കാരണം എന്താ? അവരാദ്യം വന്നിട്ട്, ബ്രിട്ടീഷുകാർ വന്നിട്ട് അവരെ ആസ്ഥാനം, ഇന്ത്യയിലെ ആസ്ഥാനമൊക്കെ എവിടെയായിരുന്നു? കൊൽക്കത്തയിലായിരുന്നു അല്ലെ. ഇന്ത്യയുടെ തലസ്ഥാനം പിന്നെ കൊൽക്കത്തയിൽ നിന്ന് ന്യൂഡൽഹിയിലേക്ക് മാറ്റിയത് 1911 നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ കൊൽക്കത്തയിലായിരുന്നു അവരുടെ ആസ്ഥാനം. അപ്പൊ അതുകൊണ്ട് തന്നെ ഏറ്റവും ആദ്യത്തെ തുണിമില്ലും എവിടെയാണ് സ്ഥാപിച്ചത്? കൊൽക്കത്തയിലാണ് സ്ഥാപിച്ചത്. 1818 പഠിക്കാൻ സുഖമാണ്. 1818 ആദ്യത്തെ തുണിമില്ല്, പരുത്തി തുണിമില്ല് സ്ഥാപിച്ചത് കൊൽക്കത്തയിലാണ്. കൊൽക്കത്തയിലെ ഫോർട്ട് ഗ്ലാസ്റ്ററിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ പരുത്തി തുണിമില്ല് സ്ഥാപിച്ചത്. എന്നാൽ പരുത്തി തുണിയുടെ വൻതോതിലുള്ള ഉൽപാദനം 1854 കൂടിയിട്ടാണ്. അത് മുംബൈയിലാണ്. കാരണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പരുത്തി കൃഷി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലും ഗുജറാത്തിലുമായിട്ടാണ്. മഹാരാഷ്ട്രയിലും ഗുജറാത്തിലാണ് ഏറ്റവും കൂടുതൽ പരുത്തി ഉൽപാദനം. അപ്പൊ അതുകൊണ്ട് തന്നെ പരുത്തി ഉൽപാദനം വൻതോതിൽ തുടങ്ങണമെന്നുണ്ടെങ്കിൽ എവിടെ തുടങ്ങണം? മുംബൈയിൽ തുടങ്ങണം. മുംബൈക്ക് പിന്നെ ഒരു പ്രത്യേകതയും കൂടി ഉണ്ടല്ലോ, അവിടെ ഓൾറെഡി ഒരു പോർട്ട് ഉണ്ട്, തുറമുഖമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ മുംബൈയിലാണ് 1854 ഇന്ത്യയിൽ പരുത്തി തുണി വൻതോതിലുള്ള ഉൽപാദനം ആരംഭിച്ചത്. ഏറ്റവും ആദ്യത്തെ പരുത്തി തുണി മില്ല് എവിടെയാണ്? അത് കൊൽക്കത്തയിലാണ്. 1818 ഫോർട്ട് ഗ്ലാസ്റ്റർ കൊൽക്കത്ത 1818. എന്നാൽ ഇന്ത്യയിൽ പരുത്തി തുണിയുടെ വൻതോതിലുള്ള ഉൽപാദനം 1854 മുംബൈയിലാണ് ആരംഭിച്ചത്. ഇനി ഇന്ത്യയിലെ ഏറ്റവും പ്രധാന പരുത്തി തുണി ഉൽപാദന കേന്ദ്രം മുംബൈ ആയതുകൊണ്ട് തന്നെ മുംബൈ നഗരത്തെ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? കോട്ടണോപോളിസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അല്ലെ. പരുത്തി തുണി വ്യവസായത്തിന്റെ പ്രധാന കേന്ദ്രമാണ് മുംബൈ. അതുകൊണ്ട് തന്നെ മുംബൈനെ എന്ത് പേരിൽ അറിയപ്പെടുന്നു? കോട്ടണോപോളിസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇനി മുംബൈ കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പരുത്തി തുണി വ്യവസായ കേന്ദ്രം ഗുജറാത്തിലെ അഹമ്മദാബാദ് ആണ്. ഏറ്റവും പ്രധാനപ്പെട്ട പരുത്തി തുണി വ്യവസായ കേന്ദ്രം മുംബൈ ആണ്. അതുകൊണ്ട് മുംബൈനെ നമ്മൾ കോട്ടണോപോളിസ് എന്ന് പറയുന്നു. മുംബൈ കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനത്തുള്ളത് അഹമ്മദാബാദ് ആണ്, ഗുജറാത്തിലെ അഹമ്മദാബാദ് ആണ്. അപ്പൊ പരുത്തി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞോ? പരുത്തിനെ കുറിച്ച് നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ഫസ്റ്റ് തന്നെ പറഞ്ഞു നമ്മൾ യൂണിവേഴ്സൽ ഫൈബർ ആണ്, ഒരു നാണ്യവിളയാണ്, അതുപോലെ ഒരു നാരുവിള കൂടിയാണ് അല്ലെ. യൂണിവേഴ്സൽ ഫൈബർ ആണെന്ന് പറഞ്ഞു. ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്നത് ഇന്ത്യ 1ാം സ്ഥാനത്താണ്, ലോകത്ത് തന്നെ പരുത്തി ഉൽപാദനത്തിൽ 1ാം സ്ഥാനത്ത് നിന്നാണ് ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്നത്. പക്ഷെ നോക്കിയപ്പോൾ 2023 കണക്ക് പ്രകാരം 1ാം സ്ഥാനത്ത് ചൈനയും 2ാം സ്ഥാനത്താണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇനി പരുത്തി കൃഷിക്ക് ആവശ്യമായ മണ്ണ് കറുത്ത മണ്ണാണ്. ഏറ്റവും അനുയോജ്യമായ മണ്ണ് കറുത്ത മണ്ണാണ്. അതോടൊപ്പം തന്നെ എക്കൽ മണ്ണും തെറ്റില്ല, എക്കൽ മണ്ണിലും കൃഷി ചെയ്യാൻ സാധിക്കും. അതിനാവശ്യമായിട്ടുള്ള താപനില, നല്ല ഉയർന്ന താപനില വേണം. 20°C-നും 30°C ഇടയിലുള്ള താപനിലയാണ് അനുയോജ്യം. മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയ തോതിലുള്ള വാർഷിക വർഷപാതം മതി. മഞ്ഞുവീഴ്ച പാടില്ല. മഞ്ഞുവീഴ്ച ഇല്ലാത്ത വളർച്ചാകാലമാണ് വേണ്ടത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായം പരുത്തി തുണി വ്യവസായമാണ്. മുമ്പ് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിതമായിട്ടുള്ള വ്യവസായം പരുത്തി തുണി വ്യവസായമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പരുത്തി തുണി മില്ല് കൊൽക്കത്തയിലെ ഫോർട്ട് ഗ്ലാസ്റ്ററിൽ 1818 ആരംഭിച്ചത്. എന്നാൽ ഇന്ത്യയിൽ പരുത്തി തുണി വൻതോതിൽ ഉൽപാദനം ആരംഭിച്ചത് 1854 മുതൽ മുംബൈയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പരുത്തി ഉൽപാദന കേന്ദ്രം മുംബൈ ആയതുകൊണ്ട് മുംബൈനെ നമ്മൾ കോട്ടണോപോളിസ് എന്ന് പറയുന്നു.
മുംബൈ കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പരുത്തി തുണി വ്യവസായ കേന്ദ്രം ഗുജറാത്തിലെ അഹമ്മദാബാദാണ്. പഠിച്ചില്ലേ ഇത്രയും? ഇതിൽ നമ്മൾ ഈ പരുത്തി തുണി വ്യവസായത്തെ കുറിച്ചിട്ടും പരുത്തി കൃഷിയെ കുറിച്ചും പറഞ്ഞപ്പോൾ പറയാൻ വിട്ടുപോയ ഒരു കാര്യം ഉണ്ടായിരുന്നു. അതായത് നമ്മൾ പറഞ്ഞു മുംബൈയെ നമ്മൾ കോട്ടണോപോളിസ് എന്ന് പറയുന്നു അല്ലെ. ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പരുത്തി തുണി വ്യവസായിക കേന്ദ്രമാണ് മുംബൈ. അതുകൊണ്ട് മുംബൈയെ നമ്മൾ കോട്ടണോപോളിസ് എന്ന് പറയുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തൊക്കെ ഘടകങ്ങളാണ് ഇത്തരത്തിൽ മുംബൈയെ ഒരു പരുത്തി തുണി വ്യവസായിക കേന്ദ്രമായി മാറാൻ സഹായിച്ചത്, അല്ലെങ്കിൽ മുംബൈയെ പരുത്തി തുണി വ്യവസായത്തിന്റെ പ്രധാന കേന്ദ്രമാക്കി മാറ്റിയ ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചിട്ട് ഒരു 5 പോയിന്റ് അവിടെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിട്ടുണ്ട്. ഒന്നാമത്തത്, സമീപ പ്രദേശങ്ങളിൽ നിന്നും അസംസ്കൃത വസ്തുക്കളുടെ സുഗമമായിട്ടുള്ള ലഭ്യത അല്ലെ. ഈ പരുത്തി തുണി വ്യവസായത്തിന്റെ പ്രധാന അസംസ്കൃത വസ്തു എന്താണ്? അത് പരുത്തിയാണ് അല്ലെ. പരുത്തി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് തന്നെ ഈ മഹാരാഷ്ട്രയിലും ഗുജറാത്തിലുമായിട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അസംസ്കൃത വസ്തു തൊട്ടടുത്ത് തന്നെ കിട്ടും. മുംബൈ എന്ന് പറഞ്ഞാൽ എവിടെയാണ്? നമ്മുടെ മഹാരാഷ്ട്രയിലുള്ള ഒരു പോർട്ടാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അല്ലെ ഒരു പ്രദേശമാണ് മുംബൈ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അസംസ്കൃത വസ്തുവിന്റെ ലഭ്യത നല്ല രീതിയിൽ ലഭിക്കും. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് അതാണ്, സമീപ പ്രദേശങ്ങളിൽ നിന്നും അസംസ്കൃത വസ്തുക്കളുടെ സുഗമമായിട്ടുള്ള ലഭ്യത. രണ്ടാമത്തത്, കുറഞ്ഞ നിരക്കിലുള്ള ഊർജ്ജ ലഭ്യത. മൂന്നാമത്തത്, മുംബൈ തുറമുഖം കേന്ദ്രീകരിച്ചുള്ള കയറ്റുമതി ഇറക്കുമതി സാധ്യതകൾ അല്ലെ. മുംബൈ തുറമുഖം, മുംബൈ പ്രദേശത്തോട് അടുത്ത് തന്നെ മുംബൈ തുറമുഖം ഉണ്ട്. അപ്പൊ കയറ്റുമതിക്കും ഇറക്കുമതിക്കും ഒക്കെ എളുപ്പമാണ്. ഇനി നാലാമത്തെ കാര്യം, ശുദ്ധജലത്തിന്റെ ലഭ്യതയും പിന്നെ മനുഷ്യ വിഭവ ലഭ്യതയും അല്ലെ. ജോലി ചെയ്യാൻ തൊഴിലാളികൾ ആവശ്യമാണ്. അപ്പൊ അതിന് മനുഷ്യ വിഭവങ്ങളുടെ ലഭ്യതയും ശുദ്ധജലത്തിന്റെ ലഭ്യതയും. ഇത്രയും 5 പോയിന്റുകളാണ് മുംബൈയെ ഒരു കോട്ടണോപോളിസ് എന്നുള്ള രീതിയിലേക്ക്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു തുണി വ്യവസായിക കേന്ദ്രം എന്ന നിലയിലേക്ക് മാറ്റിയത്. എന്തൊക്കെ കാര്യങ്ങളാണ്? ഒന്നാമത്തത്, അസംസ്കൃത വസ്തുക്കളുടെ സുഗമമായിട്ടുള്ള ലഭ്യത, സമീപ പ്രദേശങ്ങളിൽ നിന്നും അസംസ്കൃത വസ്തുക്കളുടെ സുഗമമായിട്ടുള്ള ലഭ്യത. രണ്ടാമത്തത്, കുറഞ്ഞ നിരക്കിലുള്ള ഊർജ്ജ ലഭ്യത. ഊർജ്ജം അല്ലെ, നമുക്ക് വൈദ്യുതി ലഭിച്ചെങ്കിൽ മാത്രമല്ലേ അവിടെ ഉൽപാദനം നടക്കുള്ളൂ. ഏതൊരു വ്യാവസായിക കേന്ദ്രത്തിലാണെങ്കിലും വൈദ്യുതി അത്യാവശ്യമാണ്. അപ്പൊ കുറഞ്ഞ നിരക്കിലുള്ള ഊർജ്ജ ലഭ്യതയും പിന്നെ മുംബൈ തുറമുഖം കേന്ദ്രീകരിച്ചിട്ടുള്ള ഇറക്കുമതി കയറ്റുമതി സാധ്യതകളും ശുദ്ധജലത്തിന്റെ ലഭ്യതയും മനുഷ്യ വിഭവത്തിന്റെ ലഭ്യതയുമാണ് പ്രധാന കാരണങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ അതും കൂടി ഒന്ന് നോട്ട് ചെയ്യണം. അടുത്തത് ചണം കൃഷിയാണ്. ചണം എന്ന് പറയുമ്പോഴേ നമ്മൾ ഓർക്കേണ്ടത്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നെല്ല് കൃഷി ചെയ്യുന്നതും പശ്ചിമ ബംഗാളാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചണം കൃഷി ചെയ്യുന്നതും പശ്ചിമ ബംഗാളാണ്. അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപാദനം പശ്ചിമ ബംഗാളാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചണം ഉൽപാദനവും പശ്ചിമ ബംഗാളാണ്. അപ്പൊ അതായത് ഈ നെല്ല് കൃഷിക്കും അനുയോജ്യമായിട്ടുള്ള കാലാവസ്ഥയാണ് പശ്ചിമ ബംഗാൾ. അതേപോലെ തന്നെ ഈ ചണം കൃഷിക്കും അനുയോജ്യമായിട്ടുള്ള കാലാവസ്ഥയാണ് പശ്ചിമ ബംഗാളിൽ അല്ലെ. അപ്പൊ അതിൽ നമുക്കൊരു നിഗമനത്തിലെത്താലോ. എന്താണ്? അതായത് നെല്ലിന്റെയും ചണത്തിന്റെയും ആവശ്യങ്ങളൊക്കെ ഏകദേശം ഒരുപോലെയാണ് അല്ലെ. അപ്പൊ നെല്ലിന്ന് വെച്ചാൽ ഉയർന്ന താപനില ആവശ്യമുണ്ട്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 26 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ഊഷ്മാവ് വേണം അല്ലെ. 24 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ താപനിലയാണ് നെൽകൃഷിക്ക് അനുയോജ്യം എന്ന് പറഞ്ഞിട്ടുണ്ടായില്ലേ. അപ്പൊ അതേപോലെ തന്നെ ഉയർന്ന താപനില എന്തിന്റെ കൃഷിക്കും ആവശ്യമാണ്? ചണം കൃഷിക്കും ആവശ്യമാണ്. ഇനി മഴ നമ്മൾ നെൽകൃഷിക്ക് എത്രയാണ് പറഞ്ഞത്? 150 സെന്റിമീറ്റർ അല്ലെ. 150 സെന്റിമീറ്ററിൽ കൂടുതൽ മഴ വേണമെന്ന് പറഞ്ഞു. അപ്പൊ അതേപോലെ തന്നെയാണ് ചണം വ്യവസായത്തിനും 150 സെന്റിമീറ്ററിൽ കൂടുതൽ മഴ എന്തിനാവശ്യമാണ്? ചണം കൃഷിക്ക് ആവശ്യമാണ്. ഇനി അതേപോലെ തന്നെ മണ്ണിന്റെ കാര്യം, നെൽകൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണ് എക്കൽ മണ്ണല്ലേ. അപ്പൊ അതേപോലെ തന്നെ നമ്മുടെ ചണം കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണും എക്കൽ മണ്ണാണ്. പക്ഷെ നീർവാർച്ചയുള്ള എക്കൽ മണ്ണെന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. നീർവാർച്ചയുള്ള എക്കൽ മണ്ണാണ് ചണം കൃഷിക്ക് അനുയോജ്യം. ചൂടും ഈർപ്പവുമുള്ള സാഹചര്യത്തിലാണ് ചണം വളരുന്നത്. ചൂടും വേണം, ഈർപ്പവും വേണം. നല്ല താപനിലയും വേണം, അതേപോലെ തന്നെ ഈർപ്പവും വേണം. അങ്ങനത്തെ സാഹചര്യങ്ങളിലാണ് ചണം വളരുന്നത്. ചണം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാണ്? പശ്ചിമ ബംഗാളിലെ ഗംഗാ ബ്രഹ്മപുത്ര ഡെൽറ്റ പ്രദേശത്താണ് ചണം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത്. പശ്ചിമ ബംഗാള്, ഒഡീഷ, ആസാം എന്നീ ഭാഗങ്ങളിലെല്ലാം തന്നെ ചണം പ്രധാന കൃഷിയാണെന്ന് ഓർത്തിരിക്കാം. അപ്പൊ ചണം കിട്ടിയോ? ചണം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരണം, ചണം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് പശ്ചിമ ബംഗാളാണ് ഇന്ത്യയിൽ. അതേപോലെ തന്നെ നെല്ല് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. അപ്പൊ ഇവിടുത്തെ 2 പേർക്കും ഒരേ കാലാവസ്ഥയാണല്ലേ ആവശ്യം. അപ്പൊ ചണത്തിന് കൂടുതൽ താപനില ആവശ്യമാണ്, അതേപോലെ തന്നെ 150 സെന്റിമീറ്ററിൽ കൂടുതൽ മഴ ആവശ്യമാണ്, നീർവാർച്ചയുള്ള എക്കൽ മണ്ണാണ് ആവശ്യം. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുക. ഇനി തേയില എന്ന് പറയുമ്പോഴേ നമുക്കറിയാലോ, തേയില എവിടെയാണ് കൃഷി ചെയ്യുക?
സാധാരണ തേയില എന്ന് പറയുന്ന ഒരു തോട്ടം വിളയാണ് നമ്മുടെ മലപ്രദേശങ്ങളിൽ, അല്ലേ? നമ്മുടെ കേരളത്തിലൊക്കെ ആണെങ്കിൽ ഇടുക്കി, വയനാട് ആ പ്രദേശങ്ങൾ, മലമ്പ്രദേശങ്ങളിൽ കുന്നിൻ്റെ മുകളിലൊക്കെ ആയിട്ടാണ് തേയില കൃഷിയൊക്കെ കാണാറുള്ളത്, അല്ലേ? വലിയൊരു കുന്ന് മുഴുവനായിട്ട് അങ്ങോട്ട് തേയില കൃഷി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ ഇടുക്കിയിലൊക്കെ പോയിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ അവിടെ താമസിക്കുന്നവർക്കൊക്കെ അറിയാം. നമ്മൾ തേയിലത്തോട്ടത്തിലൊക്കെ ഇറങ്ങി നിന്ന് ഫോട്ടോ എടുക്കാമെന്നൊക്കെ വിചാരിക്കും, അല്ലേ? പക്ഷെ ഒരു 10 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു 4 മണി വരെയൊക്കെ, ഒരു 4-5 മണിയൊക്കെ വരെ നമുക്ക് തേയിലത്തോട്ടത്തിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റില്ല. കാരണം എന്താണെന്നറിയോ? നല്ല വെയിലായിരിക്കും. നമുക്ക് നോക്കാം, ഫോട്ടോ എടുക്കുമ്പോൾ നോക്കാൻ പറ്റില്ല, കണ്ണിങ്ങനെ മങ്ങിപ്പോയിട്ട്. നിങ്ങൾക്ക് എടുത്തിട്ടുള്ളവർക്ക് അനുഭവം ഉണ്ടായിരിക്കും. ഒരു 10 മണിയൊക്കെ കഴിഞ്ഞാൽ, രാവിലെ ഒന്നും പ്രശ്നമില്ല, മൂടൽമഞ്ഞായിരിക്കും. രാവിലെ അതുപോലെ തന്നെ വൈകിട്ടൊക്കെ ഒരു മൂടൽമഞ്ഞൊക്കെ ആയിട്ട് നല്ല രസം, തണവൊക്കെ ആയിട്ട് നല്ല രസമായിരിക്കും. പക്ഷേ ഒരു 10 മണിക്കും ഒരു 4 മണിക്ക് ഇടന്നൊന്നും നമുക്ക് തേയിലത്തോട്ടത്തിൽ ഇറങ്ങി നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റില്ല. കണ്ണിങ്ങനെ മഞ്ഞളിച്ച് പോകും, കണ്ണിങ്ങനെ അടഞ്ഞു പോകും വെയിൽ കൊണ്ട്. അതായത് തേയിലയ്ക്ക് നല്ല താപനില ആവശ്യമുണ്ട്. ഏകദേശം 25 മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ആവശ്യമുണ്ട്. തേയില കൃഷിക്ക് 25 മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ആവശ്യമുണ്ട്. പിന്നെ നമുക്കറിയാലോ, നമ്മുടെ നല്ല ചൂടുള്ള സമയത്ത് ഒരു മാർച്ച് ഏപ്രിൽ മാസത്തിലാണെങ്കിൽ പോലും ഈ നമ്മുടെ ഇടുക്കിയിലേക്ക് വയനാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ വൈകുന്നേരങ്ങളിൽ ഒരു ഉച്ചയ്ക്ക് ശേഷമൊക്കെ ഉള്ള സമയത്ത് ചെറിയ ചാറ്റൽ മഴയൊക്കെ കാണാം, അല്ലേ? വൈകുന്നേരങ്ങളിൽ മിക്കപ്പോഴും നല്ല ചൂടുള്ള സമയത്താണെങ്കിൽ പോലും നമ്മുടെ ഇവിടെയൊക്കെ ഉണ്ടല്ലോ, വാഗമണ്ണൊക്കെ കഴിഞ്ഞൊരു വെക്കേഷനിൽ ഞങ്ങൾ പോയിട്ട് ഇവിടെ നല്ല ചൂടായിരുന്നു. പക്ഷെ അവിടെ എത്തിയപ്പോഴേക്കും അവിടെ മഴ. അപ്പം അങ്ങനത്തെ, അതായത് എല്ലാ സമയത്തും അത്യാവശ്യം മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ് ഈ തേയിലയൊക്കെ കൃഷി ചെയ്യുന്നത്. അപ്പം നല്ല രീതിയിൽ മഴയും ആവശ്യമുണ്ട്. അപ്പം 200 മുതൽ 250 സെൻറ്റിമീറ്റർ വരെ മഴ ആവശ്യമുണ്ട് തേയില കൃഷിക്ക്. 200 മുതൽ 250 സെൻറ്റിമീറ്റർ വരെ മഴ ആവശ്യമുണ്ട്. താപനിലയാണെങ്കിലും കൂടുതൽ വേണം, മഴയാണെങ്കിലും കൂടുതൽ വേണം തേയില കൃഷിക്ക്. ഇനി ഇന്ത്യയിൽ പ്രധാനമായിട്ടും തേയിലത്തോട്ടങ്ങൾ എവിടെയൊക്കെയാണ്? പശ്ചിമ ബംഗാൾ, ആസാം, കേരളം, തമിഴ്നാടൊക്കെയാണ്. കേരളത്തിലും തമിഴ്നാട്ടിലുണ്ട്, അതുപോലെ ആസാമിലും പശ്ചിമ ബംഗാൾ. ആസാമിലാണല്ലേ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്നത് ആസാമാണ്. അതുപോലെ തന്നെ ലോകത്ത് ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മുടെ ചൈന തന്നെയാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്നത് ചൈനയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്നത് ആസാമിലാണ്. തേയില കിട്ടിയോ? അപ്പോൾ തേയില എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് താപനില എത്ര വേണം? തേയിലത്തോട്ടത്തിലൊക്കെ ഇറങ്ങി നിന്ന് ഫോട്ടോ എടുക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്, നല്ല ചൂടായിരിക്കും, അല്ലേ? അപ്പോൾ 25 ഡിഗ്രി സെൽഷ്യസ് മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില. പിന്നെ എപ്പോഴും മഴ ലഭിക്കുന്ന പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാലോ, അവിടെയൊക്കെ അട്ടകൾ സാധാരണ ഉണ്ടാവാറുണ്ടല്ലേ? കാരണം എപ്പോഴും ഈ നനഞ്ഞിരിക്കുന്ന മണ്ണിലാണ് എന്തുണ്ടാവുക? അട്ടകൾ ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല മഴ ആവശ്യമാണ്. അതായത് 200 മുതൽ 250 സെൻറ്റിമീറ്റർ വരെ മഴ വാർഷിക വർഷപാതം ആവശ്യമാണ്. നമ്മൾ നെല്ലിന് 150 സെൻറ്റിമീറ്ററിൽ കൂടുതലേ പറഞ്ഞുള്ളൂ. പക്ഷെ തേയിലയ്ക്ക് 200 മുതൽ 250 സെൻറ്റിമീറ്റർ വരെ വാർഷിക വർഷപാതം ആവശ്യമാണ്. ഇനി മണ്ണിനെ കുറിച്ച് നമ്മൾ പറഞ്ഞില്ല, വിട്ടുപോയി. മണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുന്നും പ്രദേശത്തല്ലേ കൃഷി ചെയ്യുക. അപ്പം നിങ്ങൾ അവിടെ വെള്ളം നിൽക്കുമോ? ഇല്ലല്ലോ, വെള്ളം എപ്പോഴും ഇങ്ങനെ താഴത്തേക്ക് ഒഴുകി പോരും, അല്ലേ? കുന്നും പ്രദേശത്തായതുകൊണ്ട് തന്നെ വെള്ളം തങ്ങി നിൽക്കില്ലല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ജൈവാംശമുള്ള ജലം വാർന്നു പോകുന്ന മണ്ണാണ് ഈ തോട്ടവിളയ്ക്ക് അനുയോജ്യം. ജൈവാംശമുള്ള ജലം വാർന്നു പോകുന്ന മണ്ണാണ് ഈ തോട്ടവിളയ്ക്ക് അനുയോജ്യം എന്നും കൂടി ഓർത്തിരിക്കുക. ഇനി കാപ്പി കൃഷി. തേയിലനെ അപേക്ഷിച്ച് കാപ്പിക്ക് കുറച്ചും കൂടി ഒരു വ്യത്യാസം ഉണ്ടെന്നറിയോ? കാപ്പി നമ്മൾ ഇത്തരത്തിൽ കാപ്പിത്തോട്ടങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ ബാക്കിയുള്ള മരങ്ങളുടെ ഉള്ളിലൊക്കെയാണ് കാപ്പി കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവുക, അല്ലേ? കാപ്പി എന്ന് പറയുമ്പോൾ ഒരു കുറേ മരങ്ങളുണ്ടാവും, അതിൻ്റെ ഇടയിലൊക്കെ നിറച്ചും കാപ്പി തൈകൾ നട്ടുകൊടുത്തിട്ടുണ്ടാവും. കാരണം എന്താ വെച്ചാൽ അതിനധികം താപനില ആവശ്യമില്ല. ഒരു മിതമായിട്ടുള്ള താപനില മതി. പക്ഷെ ഉയർന്ന വർഷപാതം ആവശ്യമാണ്. കാരണം പറഞ്ഞില്ലേ, ഈ വയനാട്, ഇടുക്കി ആ പ്രദേശങ്ങളിലൊക്കെ മലമ്പ്രദേശങ്ങളിൽ തന്നെയാണ് കാപ്പി കൃഷി ചെയ്യുക. അതുകൊണ്ട് തന്നെ ഉയർന്ന വർഷപാതം ആവശ്യമാണ്, പക്ഷെ മിതമായിട്ടുള്ള താപനില മതി. കാപ്പി ഒരു ഉഷ്ണമേഖലാ തോട്ടവിളയാണ്. എവിടെയൊക്കെയാണ് കാപ്പി കൃഷി കൂടുതൽ? കേരളത്തിലും തമിഴ്നാട്ടിലൊക്കെയാണ്, അല്ലേ, കൂടുതലും കാപ്പി കൃഷിയുള്ളത്. ഇനി മുമ്പ് PSC ചോദിച്ചിട്ടുള്ളതാണ്, അന്താരാഷ്ട്ര വിപണിയിൽ ഏറെ ആവശ്യക്കാരുള്ള അറബിക്ക എന്ന മുന്തിയ ഇനം കാപ്പിക്കുരുക്കളാണ് ഇന്ത്യ മുഖ്യമായിട്ടും ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പം ഇന്ത്യ മുഖ്യമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന കാപ്പിക്കുരുവിന്റെ പേരെന്താണ്? അറബിക്ക എന്നുള്ളതാണ്. അറബിക്ക എന്നുള്ളത് അന്താരാഷ്ട്ര വിപണിയിൽ തന്നെ ഏറെ ആവശ്യക്കാരുള്ള ഒരു കാപ്പി ഇനമാണ് അറബിക്ക എന്നുള്ളത്. ആകെ ഇന്ത്യയിൽ കാപ്പി ഉൽപാദനത്തിന്റെ 2/3 ഭാഗവും ഉൽപ്പാദിപ്പിക്കുന്നത് കർണാടകയിലാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്നത് കർണാടകയിലാണ്. ഇനി ഇന്ത്യയിലെ മറ്റ് പ്രധാനപ്പെട്ട സുഗന്ധവിളകളാണ് ഏലം, കുരുമുളക്, ജാതി, ഗ്രാമ്പു, ഇഞ്ചി, ഇതൊക്കെ, അല്ലെ? ഇന്ത്യയിലെ സുഗന്ധവിളത്തോട്ടങ്ങൾ ഏറ്റവും കൂടുതൽ കേന്ദ്രീകരിച്ചിരിക്കുന്നത് എവിടെയാണ്? പശ്ചിമഘട്ട മലനിരകളിലാണ്. അതൊക്കെ അറിയാലോ, സുഗന്ധവിളത്തോട്ടങ്ങളൊക്കെ മലനാട്ടിലാണ് ഉള്ളത്. അതായത് പശ്ചിമഘട്ട മലനിരകളിലാണ് ഇന്ത്യയിലെ സുഗന്ധവിളത്തോട്ടങ്ങളിൽ ഏറെയും കേന്ദ്രീകരിച്ചിട്ടുള്ളത്.
അടുത്തത് കരിമ്പ് കൃഷിയും പഞ്ചസാര വ്യവസായവും. ഈ കരിമ്പ് കൃഷിയിൽ ഇന്ത്യക്ക് 2ാം സ്ഥാനം തന്നെയാണ്. ഇപ്പോൾ കുറേ കാര്യങ്ങളായി നമ്മൾ ഇന്ത്യക്ക് 2ാം സ്ഥാനം എന്ന് പറയുന്നത് അല്ലേ. ബാക്കി എല്ലാത്തിലും ചൈനയായിരുന്നു 1ാം സ്ഥാനത്ത് വന്നത്. പക്ഷേ ഷുഗർ കെയിൻ്റെ കേസിൽ, കരിമ്പിൻ്റെ കേസിൽ 1ാം സ്ഥാനത്ത് ബ്രസീലാണ്. 1ാം സ്ഥാനം നമ്മുടെ കരിമ്പ് ഉൽപ്പാദനത്തിൽ 1ാം സ്ഥാനം ബ്രസീലിനും 2ാം സ്ഥാനം ഇന്ത്യക്കാണ്. മുമ്പ് പറഞ്ഞത് ഏതൊക്കെയാണ്? നെല്ല് ഉൽപാദനം പറഞ്ഞപ്പോൾ 1ാം സ്ഥാനം ചൈനയ്ക്കാണ്, 2ാം സ്ഥാനം ഇന്ത്യക്കാണെന്ന് പറഞ്ഞു. അതിനുശേഷം ഗോതമ്പിന്റെ കാര്യം പറഞ്ഞപ്പോഴും 1ാം സ്ഥാനം ചൈനയ്ക്കാണ്, 2ാം സ്ഥാനം ഇന്ത്യക്കാണെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പരുത്തി അല്ലെ, പരുത്തി ഉൽപാദനം പറഞ്ഞപ്പോൾ മുമ്പ് ഇന്ത്യക്കായിരുന്നു 1ാം സ്ഥാനം. ഇപ്പോൾ 2023 കണക്ക് വെച്ച് നോക്കുമ്പോൾ 1ാം സ്ഥാനം ചൈനയ്ക്കും, 2ാം സ്ഥാനം ഇന്ത്യക്ക് തന്നെയാണ്. അതേപോലെ തന്നെ തേയില ഉൽപാദനത്തിലും 1ാം സ്ഥാനം ചൈനയ്ക്കും, 2ാം സ്ഥാനം ഇന്ത്യക്കാണ്. തേയില ഉൽപാദനത്തിലും 1ാം സ്ഥാനം ചൈനയ്ക്കും, 2ാം സ്ഥാനം ഇന്ത്യക്കാണ്. ഇപ്പം നമ്മളിവിടെ പറഞ്ഞപ്പോൾ ഷുഗർ കെയിൻ്റെ കേസ് പറഞ്ഞപ്പോൾ, കരിമ്പിൻ്റെ കേസ് പറഞ്ഞപ്പോൾ 2ാം സ്ഥാനം തന്നെയാണ് ഇന്ത്യക്ക്. പക്ഷെ 1ാം സ്ഥാനം ആർക്കാണ്? ബ്രസീലിനാണ്. അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചോളൂ കേട്ടോ, കാരണം PSC ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം ഇനി നമ്മുടെ കരിമ്പ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ, ഇന്ത്യയിൽ എവിടെയാണ് ഏറ്റവും കൂടുതൽ കരിമ്പ് കൃഷി ചെയ്യുന്നത്? ഇന്ത്യയിലെ കരിമ്പ് ഏറ്റവും കൂടുതൽ ഉത്തർപ്രദേശിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഗോതമ്പിന്റെ കേസ് പറഞ്ഞപ്പോൾ, ഗോതമ്പ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഉത്തർപ്രദേശാണ്. പക്ഷേ നെല്ലും അതുപോലെ നെല്ലും ചണം പറഞ്ഞപ്പോൾ അത് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് പശ്ചിമ ബംഗാളാണെന്ന് പറഞ്ഞു. പശ്ചിമ ബംഗാൾ. അതേപോലെ തേയിലയുടെ കാര്യം പറഞ്ഞപ്പോൾ തേയില ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാണ്? തേയില ഏറ്റവും കൂടുതൽ ആസാമിലാണ്. കാപ്പിയുടെ കാര്യം പറഞ്ഞപ്പോൾ കർണാടകത്തിലാണ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഇന്ത്യയിൽ. അതൊക്കെ ഒന്ന് മൈൻഡിൽ വെക്കണം. അപ്പോൾ ഗോതമ്പ് അതേപോലെ തന്നെ കരിമ്പ് അതൊക്കെ ഉത്തർപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത്. പിന്നെ ഈ കേരളത്തിലാണെങ്കിൽ കരിമ്പ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഒന്ന് ഇടുക്കിയിലും പിന്നെ ഒന്ന് പാലക്കാടുമാണ്. ഇടുക്കി അതേപോലെ പാലക്കാടിൻ്റെ പ്രത്യേകത നമ്മൾ സ്ഥിരം പറയാറുണ്ടല്ലോ, നല്ല താപനില അല്ലെ, ഉയർന്ന താപനിലയാണ്. അപ്പം എന്തായാലും കരിമ്പിന് ഉയർന്ന താപനില ആവശ്യമുണ്ട്. അതേപോലെ തന്നെ നല്ല മഴയും ആവശ്യമുണ്ട്. ഉയർന്ന മഴയും അതേപോലെ താപനിലയും ആവശ്യമുണ്ട്. ചൂടും മഴയും ഉള്ള കാലാവസ്ഥയാണ്. ചൂടും വേണം, മഴയും വേണം. എന്തിന്? കരിമ്പ് കൃഷിക്ക്. കൃത്യമായിട്ട് എത്ര ഡിഗ്രി സെൽഷ്യസ് ഒന്നും പറയുന്നില്ല. ചൂടും മഴയും ഉള്ള കാലാവസ്ഥയാണ് കരിമ്പ് കൃഷിക്ക് അനുയോജ്യം. കരിമ്പ് കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണ് ഏതാണ്? അത് കറുത്ത മണ്ണ് തന്നെയാണ് അല്ലെ. കറുത്ത മണ്ണ് പരുത്തി കൃഷിക്കാണെങ്കിലും കരിമ്പ് കൃഷിക്കാണെങ്കിലും ഒക്കെ അനുയോജ്യമായിട്ടുള്ള മണ്ണ് കറുത്ത മണ്ണാണ്. അതിൻ്റെ ഒപ്പം തന്നെ എക്കൽ മണ്ണിലും കൃഷി ചെയ്യാം. നമ്മൾ പരുത്തി കൃഷി പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അനുയോജ്യമായിട്ടുള്ള മണ്ണ് കറുത്ത മണ്ണാണ്, പക്ഷെ എക്കൽ മണ്ണും അനുയോജ്യം തന്നെയാണ്. ഇനി മുമ്പ് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, കരിമ്പ് വിളവെടുത്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഫാക്ടറികളിൽ എത്തിച്ച് നീരെടുക്കണം. കരിമ്പ് വിളവെടുത്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഫാക്ടറികളിൽ എത്തിച്ചിട്ട് അതിൻ്റെ നീരെടുക്കണം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? കരിമ്പിൻ്റെ സൂക്രോസിൻ്റെ അളവ് കുറഞ്ഞു പോകും. മനസ്സിലായ? കരിമ്പിലെ സൂക്രോസിൻ്റെ അളവ് കുറഞ്ഞു പോകും. പഞ്ചസാരയും ശർക്കരയും ഉൽപ്പാദിപ്പിക്കുന്നത് കരിമ്പിൽ നിന്ന് തന്നെയാണ്. കരിമ്പ് എന്ത് വിളയാണ്? നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടോ? എന്ത് വിളയാണ് കരിമ്പ് എന്ന് പറയുന്നത്? അത് ഖാരിഫ് വിളയാണ് അല്ലേ. കാരണം പഞ്ചസാര, ശർക്കര രണ്ടും കരിമ്പിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. പഞ്ചസാരയും ശർക്കരയൊക്കെ നമ്മൾ എവിടെയാണ് കണക്ട് ചെയ്ത് പറഞ്ഞത്? ഖാരിഫ് വിളയിലാണ് പറഞ്ഞത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കരിമ്പ് കൃഷിയുമായി ബന്ധപ്പെട്ട്. അപ്പൊ ഉഷ്ണമേഖലാ വിളയാണ് കരിമ്പ് എന്ന് പറയുന്നത്. ഉഷ്ണമേഖലാ വിളയാണ് കരിമ്പ് എന്ന് പറയുന്നത്. ചൂടും മഴയുമുള്ള കാലാവസ്ഥയാണ് കരിമ്പ് കൃഷിക്ക് അനുയോജ്യം. കരിമ്പ് കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണെന്ന് പറയുന്നത് പ്രധാനമായിട്ടും കറുത്ത മണ്ണാണ്. അതോടൊപ്പം തന്നെ എക്കൽ മണ്ണും ആവശ്യമാണ്. എക്കൽ മണ്ണും നല്ലതാണ്. ഇനി കരിമ്പ് വിളവെടുത്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മുടെ ഫാക്ടറികളിൽ എത്തിച്ച് നീരെടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ കരിമ്പിലെ സൂക്രോസിന്റെ അളവ് കുറഞ്ഞു പോകും. കരിമ്പ് ഉൽപാദനത്തിൽ ഏറ്റവും 1ാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം എന്ന് പറയുന്നത് ഉത്തർപ്രദേശ് ആണെന്നും കൂടിയും ഓർത്തിരിക്കുക. അടുത്തത് റബ്ബർ കൃഷി. റബ്ബർ ഏറ്റവും കൂടുതൽ എവിടെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത് നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ തന്നെ കാലാവസ്ഥയൊക്കെ നമുക്ക് കിട്ടും. റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മുടെ കേരളത്തിലാണല്ലേ. അല്ലെ, ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്നത് കേരളത്തിൽ കോട്ടയം ജില്ലയിലൊക്കെയാണ്. അപ്പൊ അവിടെയൊക്കെ നമുക്ക് അറിയാലോ, താപനിലയും കൂടുതലാണ്, മഴയും അത്യാവശ്യം. കേരളത്തിലാണെന്നുണ്ടെങ്കിൽ താപനിലയും കൂടുതലായിരിക്കും, മഴയും കൂടുതലായിരിക്കും. കേരളത്തിലൊക്കെ കാലാവസ്ഥ അങ്ങനെയാണ്. അപ്പൊ റബ്ബർ കൃഷിക്ക് അനുയോജ്യമായുള്ള കാലാവസ്ഥ എന്ന് പറയുന്നത് 25 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതലുള്ള താപനിലയും 150 സെന്റിമീറ്റർ കൂടുതലുള്ള മഴയും. നെല്ലിൻ്റെ ഒക്കെ ഏകദേശം സെയിം ആയിട്ടുള്ള കാലാവസ്ഥ തന്നെയാണ് റബ്ബറിനും. 25 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതൽ മഴ വേണം, 150 സെന്റിമീറ്ററിൽ കൂടുതൽ മഴയും വേണം. 25 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതൽ താപനില, 25 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതൽ താപനിലയും 150 സെന്റിമീറ്ററിൽ കൂടുതൽ മഴയും ആവശ്യമാണ്. ഇനി ഇതിന്റെ മണ്ണ് ഏത് മണ്ണാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ള മണ്ണ് ഏതാണ്? ലാറ്ററൈറ്റ് മണ്ണാണ് അല്ലേ. കേരളത്തിലെ മണ്ണെന്ന് പറയുന്നത് ലാറ്ററൈറ്റ് മണ്ണാണ്. അപ്പൊ റബ്ബർ കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണും ലാറ്ററൈറ്റ് മണ്ണാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം
കേരളമാണ്. ഇനി നമ്മുടെ ഈ റബ്ബറിന്റെ ജന്മദേശം ഇന്ത്യയാണോ? അല്ലല്ലോ. എവിടെ നിന്നാണ് ഈ സാധനം കൊണ്ടുവന്നത്? ബ്രസീലിൽ നിന്നാണ് അല്ലെ. റബ്ബറിന്റെ ജന്മദേശം എന്ന് പറയുന്നത് ബ്രസീലാണ്. റബ്ബറിന്റെ ജന്മദേശം ബ്രസീലാണ്. ഇന്ത്യയിലേക്ക് ആദ്യമായിട്ട് റബ്ബറിന്റെ വിത്തുകൾ കൊണ്ടുവന്ന വ്യക്തിയുടെ പേര് സർ വില്യം ഹെൻറിയാണ്. സർ വില്യം ഹെൻറിയാണ് 1875 സർ വില്യം ഹെൻറിയാണ് ഇന്ത്യയിലേക്ക് ആദ്യമായിട്ട് റബ്ബർ വിത്തുകൾ കൊണ്ടുവരുന്നത്. മധ്യ തിരുവിതാംകൂറിലെ കുന്നിൻ ചെരുവുകളിൽ ആരംഭിച്ച റബ്ബർ കൃഷി മലബാറിലേക്കുണ്ടായ കുടിയേറ്റത്തിലൂടെ വടക്കൻ ജില്ലകളിലേക്കും വ്യാപിച്ചു. പക്ഷെ നമുക്കറിയാം ഏറ്റവും കൂടുതൽ തിരുവിതാംകൂർ ഭാഗത്ത് തന്നെയാണ് റബ്ബർ കൃഷി അല്ലെ. കോട്ടയം ആ ഭാഗത്തൊക്കെയാണ് ഏറ്റവും കൂടുതൽ റബ്ബർ കൃഷി ഉള്ളത്. പക്ഷേ ഈ മലബാറിലേക്കുള്ള കുടിയേറ്റത്തോട് കൂടിയിട്ട് അത് വടക്കൻ ജില്ലകളിലും റബ്ബർ കൃഷി വ്യാപിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ വിളകളുമായി ബന്ധപ്പെട്ട്, കാർഷിക വിളകളുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. ഒന്നും കൂടി നിങ്ങൾക്ക് കൂടുതലും കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉള്ളത് ആ കാലാവസ്ഥയാണ്. താപനിലയും മഴയൊക്കെയാണ് കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉള്ളത്. അപ്പം ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്നും കൂടി ഓർമ്മപ്പെടുത്താണ്, ഓടിച്ച് നമുക്കൊന്ന് ഓർമ്മപ്പെടുത്തി പോകാം പഠിച്ചത്. നെല്ലെന്ന് പറഞ്ഞപ്പോൾ നെല്ല് നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് പാലക്കാടും ആലപ്പുഴയും. അപ്പം അതിൻ്റെ തന്നെ നമുക്ക് അതിൽ നിന്ന് തന്നെ അതിൻ്റെ കാലാവസ്ഥ കിട്ടും. എന്താണ്? താപനിലയും കൂടുതൽ വേണം, മഴയും കൂടുതൽ വേണം അല്ലേ. പാലക്കാടൊക്കെ നല്ല ചൂടാണ്. നമ്മുടെ ആലപ്പുഴയിലേക്കാണെങ്കിൽ ഇഷ്ടം പോലെ വെള്ളമുണ്ട്. അപ്പൊ താപനില എന്ന് പറയുന്നത് 24 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതൽ താപനിലയും 150 സെന്റിമീറ്ററിൽ കൂടുതൽ മഴയും. റബ്ബർ എന്ന് പറഞ്ഞാലും സെയിം തന്നെയാണ് അല്ലെ. 24 ഡിഗ്രി സെൽഷ്യസ്, 25 കൊടുത്തിരിക്കുന്നു, രണ്ടും വലിയ വ്യത്യാസമൊന്നുമില്ല. 25 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതൽ താപനിലയും 150 സെന്റിമീറ്ററിൽ കൂടുതൽ മഴയും. പക്ഷെ മണ്ണ് വ്യത്യാസമുണ്ട്. നെൽകൃഷിക്ക് എക്കൽ മണ്ണും റബ്ബർ കൃഷിക്ക് ലാറ്ററൈറ്റ് മണ്ണുമാണ് ആവശ്യം. ഇനി ഗോതമ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ നെല്ലിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഗോതമ്പ് അല്ലേ. നമ്മുടെ നെല്ലിന് കൂടുതൽ താപനില വേണമെന്നുണ്ടെങ്കിൽ ഗോതമ്പിന് 10 ഡിഗ്രി സെൽഷ്യസ് മുതൽ 24 ഡിഗ്രി സെൽഷ്യസ് വരെ മതി. അതേപോലെ തന്നെ ഗോതമ്പിന് നെല്ലിന്റെ പകുതി മഴ മതി, 75 സെന്റിമീറ്റർ മഴ മതി. നെല്ലെന്ന് പറയുന്നത് ഖാരിഫ് വിളയാണെങ്കിൽ ഗോതമ്പ് എന്ന് പറയുന്നത് റാബി വിളയാണ്. ഇനി അടുത്ത് നമ്മൾ പറഞ്ഞത് ചോളം അല്ലെ. ചോളത്തിനെ കുറിച്ചാണ്. ചോളം നമ്മൾ പറഞ്ഞല്ലോ, ആരുമായിട്ടും അഡ്ജസ്റ്റ് ചെയ്യുന്ന ആളാണ് ചോളം അല്ലെ. അതായത് ഉഷ്ണമേഖലയിലും, അതായത് കാലത്തും ചെയ്യാൻ പറ്റും, ഉഷ്ണകാലത്തും ചെയ്യാൻ പറ്റും, ശൈത്യകാലത്തും ചെയ്യാൻ പറ്റും. ഉഷ്ണകാലത്തും ചെയ്യാം, ശൈത്യകാലത്തും ചെയ്യാം. അതേപോലെ തന്നെ അതിന് അതുകൊണ്ട് തന്നെ താപനില പറയുന്നില്ല. ഉഷ്ണകാലത്തും ചെയ്യാൻ പറ്റും, ശൈത്യകാലത്തും ചെയ്യാൻ പറ്റും. മഴയാണെങ്കിലും കുറച്ച് മഴ മതി, 75 സെന്റിമീറ്റർ മഴ മതി. മണ്ണാണെങ്കിലും ഇപ്പൊ ഒരു കണ്ടീഷനൊന്നുമില്ല, മൂപ്പർക്ക് ഫലഭൂയിഷ്ടമുള്ള മണ്ണ് മതി അല്ലെ. നീർവാർച്ചയുള്ള ഫലഭൂയിഷ്ടമുള്ള മണ്ണ് മതി, അല്ലാതെ പ്രത്യേകിച്ച് കണ്ടീഷനൊന്നും പറയുന്നില്ല. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഈ ചോളം എവിടേക്കാണ് കൃഷി ചെയ്യുന്നതെന്ന് കൃത്യമായിട്ട് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം. കർണാടക, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ് ഇവിടേക്കാണ് ചണം കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നത്. ചോളം കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നത്. ചോളം കൃഷി ചെയ്യുന്നത്. ചോളം എന്ന് പറഞ്ഞാൽ ഒരു ഭക്ഷ്യവിളയാണ്. എന്നാൽ ചണം എന്ന് പറഞ്ഞാൽ അതൊരു നാണ്യവിളയാണ്. ചണം അല്ലെ, നൂലാണത്, നാരുവിളയാണത്. ഇനി അതിനുശേഷം നാണ്യവിളകളെ കുറിച്ചാണ് പറഞ്ഞത്. നാണ്യവിളകളെ നമ്മൾ 4ആയി തിരിച്ചിട്ടുണ്ട്. നാരുവിളകളെന്ന്, പാനീയ വിളകളെന്ന്, സുഗന്ധ വിളകളെന്ന്, മറ്റു വിളകളെന്ന്. അതിൽ നാരുവിളകൾ എന്ന് പറയുമ്പോൾ അതിൽ പരുത്തിയും ചണവുമാണ് വരാം. പരുത്തി എന്ന് പറയുമ്പോൾ യൂണിവേഴ്സൽ ഫൈബറും ചണം എന്ന് പറഞ്ഞാൽ ഗോൾഡൻ ഫൈബറാണ്, സുവർണ നാരെന്നാണ് അറിയപ്പെടുന്നത്. ഇനി പരുത്തി കൃഷിയുടെ കാലാവസ്ഥ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു, നമ്മൾ നല്ല ചൂടുകാലത്താണ് പരുത്തി വസ്ത്രങ്ങൾ ഇടുക. അതുകൊണ്ട് തന്നെ നല്ല താപനില, അതായത് 20 ഡിഗ്രി സെൽഷ്യസ് മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് താപനില. പക്ഷെ നമ്മുടെ വസ്ത്രത്തിൽ നമുക്ക് വെള്ളമാകുന്നതോ മഞ്ഞാകുന്നതോ ഇഷ്ടമല്ല അല്ലെ. അതുകൊണ്ട് തന്നെ മഞ്ഞുവീഴ്ച ഒട്ടും പാടില്ല. മഞ്ഞുവീഴ്ച ഇല്ലാത്ത വളർച്ചാക്കാലമാണ് ആവശ്യം. ഇനി മഴ എന്ന് പറഞ്ഞാലോ ആ വേരൊക്കെ ഒന്ന് നനയാൻ വേണ്ടി മാത്രം വളരെ ചെറിയ തോതിലുള്ള വാർഷിക വർഷപാതമാണ് ആവശ്യം എന്ന് പറയുന്നത്. മണ്ണിന്റെ കാര്യം പറയുകയാണെങ്കിൽ കറുത്ത മണ്ണാണ് ഏറ്റവും അനുയോജ്യം, എക്കൽ മണ്ണാണെങ്കിലും കുഴപ്പമില്ല. ഇനി അടുത്തത് പറഞ്ഞത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായം കൂടിയാണ് പരുത്തി തുണി വ്യവസായം. ഏറ്റവും ആദ്യത്തെ തുണിമില്ല് നമ്മുടെ കൊൽക്കത്തയിലെ ഫോർട്ട് ഗ്ലാസ്റ്ററിലായിരുന്നു. എന്നാൽ നമ്മുടെ വൻതോതിലുള്ള ഉൽപാദനം ആരംഭിച്ചത് മുംബൈയിൽ 1854 മുതലാണ്. ഏറ്റവും കൂടുതൽ മുംബൈയിലാണ് പരുത്തി തുണി വ്യവസായം. അതുകൊണ്ട് തന്നെ മുംബൈനെ കോട്ടണോപോളിസ് എന്നറിയപ്പെടുന്നു. മുംബൈ കഴിഞ്ഞാൽ 2ാം സ്ഥാനം ഗുജറാത്തിലെ അഹമ്മദാബാദിനാണെന്നും പറഞ്ഞു. അതിനുശേഷം ചണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഓർക്കാൻ എന്താണ് പറഞ്ഞത്? ചണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് പശ്ചിമ ബംഗാളാണ്. നെല്ല് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നതും പശ്ചിമ ബംഗാളാണ്. അപ്പൊ ഈ നെല്ലിന്റെയും ചണത്തിന്റെയും ആവശ്യങ്ങളൊക്കെ ഏകദേശം ഒരുപോലെ വരും അല്ലേ. അതായത്
താപനിലയാണെങ്കിലും ഉയർന്ന താപനില വേണം, മഴയാണെങ്കിലും 150 സെന്റിമീറ്ററിൽ കൂടുതൽ മഴ വേണം. ഉയർന്ന താപനിലയും 150 സെന്റിമീറ്ററിൽ കൂടുതൽ മഴയുമാണ് ചണം കൃഷിക്ക് അനുയോജ്യം. ഇനി മണ്ണെന്ന് പറഞ്ഞാൽ എക്കൽ മണ്ണാണ്, പക്ഷെ നീർവാർച്ചയുള്ള എക്കൽ മണ്ണെന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. പിന്നെ ചൂടും ഈർപ്പവുമുള്ള സാഹചര്യങ്ങളിലാണ് ചണം വളരുക. ചൂടും ഈർപ്പവുമുള്ള സാഹചര്യങ്ങളിലാണ് ചണം വളരുക. ചണം ഏറ്റവും കൂടുതലുള്ളത് പശ്ചിമ ബംഗാളിലെ ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റയിലാണെന്നും പറഞ്ഞു. ഇനി തേയിലേനെ കുറിച്ച് പറഞ്ഞപ്പോൾ തേയില നമ്മൾ പറഞ്ഞു, തേയിലത്തോട്ടങ്ങളിലൊക്കെ പോയി ഫോട്ടോ എടുക്കാം അല്ലെ. നമ്മൾ ഒരു 10 മണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പറ്റില്ല, നല്ല വെയിലായിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്, നല്ല ഉയർന്ന താപനില ആവശ്യമുണ്ട്. ഉയർന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25 ഡിഗ്രി സെൽഷ്യസ് മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെ, 25 ഡിഗ്രി സെൽഷ്യസ് മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ആവശ്യമുണ്ട്. മഴ എന്ന് പറഞ്ഞാൽ നല്ല മഴ വേണം. നെല്ലിന് 150 സെന്റിമീറ്റർ കൂടുതൽ മതി, പക്ഷേ നമ്മുടെ തേയിലയ്ക്കാണെങ്കിൽ 200 മുതൽ 250 സെന്റിമീറ്റർ വരെ മഴ വേണം. അത് ശ്രദ്ധിക്കണം, തേയിലയ്ക്ക് 200 മുതൽ 250 സെന്റിമീറ്റർ മഴ വേണം. ഇനി മണ്ണെന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ കുന്നിൻ പ്രദേശങ്ങളിലാണല്ലേ, താഴേക്ക് വെള്ളം ഇങ്ങനെ ഒലിച്ചു പോരും, വെള്ളം ഒട്ടും കെട്ടി നിൽക്കില്ല. അതുകൊണ്ട് തന്നെ മണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൈവാംശമുള്ള ജലം വാർന്നു പോകുന്ന മണ്ണാണ് ഇതിനാവശ്യം അല്ലെ. ജൈവാംശമുള്ള ജലം വാർന്നു പോകുന്ന മണ്ണാണ് ഈ തോട്ടവിളയ്ക്ക് ആവശ്യം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാണ്? ആസാമിലാണ് അല്ലെ. ആസാമില്, പിന്നെ കേരളത്തിലുണ്ട്, തമിഴ്നാട്ടിലുണ്ട്, പശ്ചിമ ബംഗാളിലുണ്ട്. കാപ്പിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു, കാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ കുന്നും പ്രദേശങ്ങളിലൊന്നെല്ലാം നമ്മൾ ബാക്കിയുള്ള വൃക്ഷങ്ങളുടെ ഇടയിലൊക്കെ കാപ്പി കൃഷി കാണാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ മിതമായിട്ടുള്ള താപനില മതി, പക്ഷെ മഴ ഉയർന്ന വർഷപാതം ആവശ്യമുണ്ട്. മിതമായിട്ടുള്ള താപനില മതി, പക്ഷെ ഉയർന്ന വർഷപാതം ആവശ്യമുണ്ട്. കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകത്തിലൊക്കെ നമ്മുടെ എന്ത് കൃഷി ചെയ്യുന്നുണ്ട്? ഈ കാപ്പി കൃഷി ചെയ്യുന്നുണ്ട്. അതിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് കർണാടകമാണ്. ഇനി അറബിക്ക എന്ന് പറഞ്ഞിട്ടുള്ള, നമ്മുടെ അന്താരാഷ്ട്ര വിപണിയിൽ തന്നെ കൂടുതൽ ആവശ്യക്കാരുള്ള അറബിക്ക എന്ന് പറഞ്ഞിട്ടുള്ള മുന്തിയ ഇനം കാപ്പിയാണ് ഇന്ത്യയിൽ മുഖ്യമായിട്ടും ഉൽപ്പാദിപ്പിക്കുന്നത്. പിന്നെ സുഗന്ധവിളകളായിട്ടുള്ള ഏലം, കുരുമുളക്, ജാതി, ഗ്രാമ്പു ഇതൊക്കെ നമ്മൾ കേരളത്തിലും ഇന്ത്യയിലൊക്കെ ആയിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. പിന്നെ കരിമ്പ് വ്യവസായത്തെ കുറിച്ച് പറഞ്ഞു, കരിമ്പ് കൃഷിയെ കുറിച്ച് പറഞ്ഞു. കരിമ്പ് കൃഷി എന്ന് പറയുമ്പോൾ തന്നെ കരിമ്പ് കൃഷിക്ക് നല്ല വെയിലും ആവശ്യമുണ്ട്, നല്ല മഴയും ആവശ്യമുണ്ട് അല്ലെ. കരിമ്പ് കൃഷിക്ക് നല്ല മഴയും ആവശ്യമാണ്, അതോടൊപ്പം തന്നെ വെയിലും ആവശ്യമാണ്. കരിമ്പ് കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറുത്ത മണ്ണും എക്കൽ മണ്ണുമാണ് ആവശ്യം. അത് എത്രേ പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ കൃത്യമായിട്ട് താപനില എടുത്ത് പറഞ്ഞിട്ടില്ല. ചൂടും മഴയും ഉള്ള കാലാവസ്ഥയാണ് അനുയോജ്യം. പിന്നെ മണ്ണെന്ന് പറയുന്നത് കറുത്ത മണ്ണും എക്കൽ മണ്ണുമാണ്. പിന്നെ അതിലൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, കരിമ്പ് വിളവെടുത്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഫാക്ടറികളിൽ എത്തിച്ച് നീരെടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ അതിൽ സൂക്രോസിന്റെ അളവ് കുറഞ്ഞു പോകും. അതിനുശേഷം റബ്ബർ എന്ന് പറഞ്ഞപ്പോൾ റബ്ബറും നമ്മുടെ നെല്ലിന്റെ ഏകദേശം ഒരേപോലെ തന്നെയാണ് അല്ലെ. 25 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ താപനില ആവശ്യമാണ്, 150 സെന്റിമീറ്ററിൽ കൂടുതൽ മഴ ആവശ്യമാണ്. അനുയോജ്യമായിട്ടുള്ള മണ്ണ് ലാറ്ററൈറ്റ് മണ്ണാണ്. റബ്ബർ കൃഷിക്ക് 25 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതൽ താപനില ആവശ്യമാണ്, 150 സെന്റിമീറ്ററിൽ കൂടുതൽ മഴ ആവശ്യമാണ്. റബ്ബർ കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണ് ലാറ്ററൈറ്റ് മണ്ണാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ. പിന്നെ റബ്ബറിന്റെ ജന്മദേശം ബ്രസീലാണ്. ബ്രസീലിൽ നിന്നും ഇങ്ങോട്ട് റബ്ബർ വിത്തുകൾ കൊണ്ടുവന്ന വ്യക്തിയുടെ പേര് സർ വില്യം ഹെൻറി. അതൊരു ബ്രിട്ടീഷുകാരനാണ്. സർ വില്യം ഹെൻറിയാണ്. പിന്നെ അടുത്ത് നമുക്ക് ഇന്ത്യയിലെ ധാതു വ്യവസായത്തെ കുറിച്ചിട്ടും ധാതു അധിഷ്ഠിത വ്യവസായത്തെ കുറിച്ചിട്ടും പിന്നെ ഗതാഗതത്തെ കുറിച്ചിട്ടും, ഇന്ത്യയിലെ ഗതാഗതം, റോഡ് ഗതാഗതം, റെയിൽ ഗതാഗതം, ജലഗതാഗത മാർഗങ്ങളെ കുറിച്ചൊക്കെയാണ് പറയാനുള്ളത്. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. അപ്പൊ ഇത്രയും പഠിച്ച കാര്യങ്ങൾ കുറച്ചൊക്കെ നിങ്ങളുടെ മനസ്സിൽ കയറിയിട്ടുണ്ടാവും, പക്ഷെ മുഴുവനായിട്ടും കയറിയിട്ടുണ്ടാവില്ല. കൃത്യമായിട്ട് പഠിക്കുക. അതിനുശേഷം നമുക്ക് അടുത്തതായിട്ട് ധാതു അധിഷ്ഠിത വ്യവസായങ്ങളും അതോടൊപ്പം തന്നെ ഗതാഗത മാർഗങ്ങളും, ഇന്ത്യയിലെ ഗതാഗത മാർഗങ്ങളും പഠിക്കാം. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. എന്ത് തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളാണെങ്കിലും അത് കമൻറ്റ് ചെയ്യണം. അത് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും കമൻറ്റ് ചെയ്യണം. എങ്കിലേ എനിക്കിത് ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇത് ഇഷ്ടം ഉണ്ടാവുള്ളൂ. നിങ്ങൾ ഒന്നും മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ എനിക്കും കുറച്ച് കഴിയുമ്പോൾ എനിക്കൊരു ബോറായി തുടങ്ങും അല്ലേ. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ക്ലാസ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, എന്തൊക്കെ കാര്യങ്ങൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തണം, എങ്ങനെയാണ് നിങ്ങൾക്ക് ഞാൻ പറയുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ടോ എന്നൊക്കെ പറയാം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, NCERT ക്ലാസ്സുകൾ ഉടൻ തന്നെ നമ്മൾ അടുത്ത് തന്നെ തുടങ്ങും. അടുത്തെന്ന് വെച്ചാൽ ഈ ആഴ്ച തന്നെ നമ്മൾ തുടങ്ങും. അതും നിങ്ങളെല്ലാവരും പഠിക്കുക. നിങ്ങൾ 10th ലെവൽ എക്സാമിന് നോക്കുന്നവരാണെങ്കിൽ പോലും ആ NCERT ചാപ്റ്റേഴ്സ് പഠിച്ചു പോകുക. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അടുത്ത ലിസ്റ്റിൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു റാങ്ക് നേടാനും ജോലി ഉറപ്പാക്കാനും സാധിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു, എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായി എന്നുള്ള വിശ്വാസത്തോടു കൂടി തന്നെ നിർത്തുന്നു. നന്ദി.